അവരുടെ ഉൽപ്പന്നങ്ങൾ ശരിയായ രീതിയിൽ മാർക്കറ്റ് ചെയ്യാനും ഭാരത് ഹ്യൂമൻ റൈറ്റ് മിഷൻ അവരെ പ്രാപ്തരാക്കിക്കൊണ്ട് ഒരു പഞ്ചായത്തിൽ നിന്ന് 2 സ്ത്രീയെയും 3 പുരുഷനെയും ഉൾപ്പെടുന്ന ഒരു ടീമിനെ നമ്മൾ മാതൃകാപരമായി BHRM കർഷകരായിട്ട് നമ്മൾ 5 വർഷത്തേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അവർക്ക് മുഴുവൻ സാമ്പത്തിക സഹായങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു പ്രൊജക്റ്റാണ് നമ്മൾ ഈ വർഷം 2021 ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ ഏറ്റവും നല്ല കൃഷിക്കാരൻ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ഭാരത് ഹ്യൂമൻ റൈറ്റ് മിഷൻ്റെ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ ചാരിറ്റി പ്ലസ് കൃഷി. നമുക്ക് മറ്റു മേഖല അവോയ്ഡ് ചെയ്യുന്നതല്ല, അതിന് അനാവശ്യമായിട്ടുള്ള അല്ലെങ്കിൽ ആവശ്യമായിട്ടുള്ള പല മേഖലകളും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും നല്ല കൃഷിക്കാരനെ, അത് അമ്മയായാലും അച്ഛനായാലും സഹോദരനായാലും, അവർക്ക് 5001 രൂപയും പ്രശസ്തി പത്രവും കർഷകരത്ന അവാർഡും ഓൾ കേരള പഞ്ചായത്തിൽ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. എല്ലാ പഞ്ചായത്തിലും നമ്മുടെ 2021 5 കർഷകരെ വെച്ച് നമ്മൾ സൗജന്യമായിട്ട് കൃഷി പ്രോത്സാഹിപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നു. അതോടൊപ്പം തന്നെ 5001 രൂപയും ഭാരത് ഹ്യൂമൻ റൈറ്റ് മിഷന്റെ അവാർഡും എല്ലാ വർഷവും ഈ മുഴുവൻ ഗ്രാമപഞ്ചായത്തുകളിലും മുനിസിപ്പാലിറ്റികളിലും കോർപ്പറേഷനുകളിൽ ചെയ്യാൻ ആവശ്യമായിട്ടുള്ള നടപടികൾ പൂർത്തീകരിച്ച് കഴിഞ്ഞിരിക്കുന്നു എന്ന് ഈ സമ്മേളനത്തിൽ വെച്ച് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. അതോടൊപ്പം തന്നെ നമുക്കുള്ളത് നമ്മുടെ സ്വയം തൊഴിൽ പദ്ധതികളാണ്. സ്വയം തൊഴിൽ പദ്ധതികൾക്കും ശരിയായ രൂപരേഖയാക്കി വെച്ചിട്ടുണ്ട്. ഇവിടെയൊക്കെ സംഭവിക്കുന്ന ഏറ്റവും വലിയൊരു പ്രശ്നം മറ്റ് സംഘടനകളിൽ നിന്ന് നമ്മളെ വേർതിരിച്ച് നിർത്തുന്നത്, ഒരു കൂപ്പൺ അടിച്ച് പിരിച്ചു നടക്കുന്ന ഒരുപാട് സംഘടനകളെ സാർ ഉൾപ്പെടെ അല്ലെങ്കിൽ പോലീസ് സേനയിലെ ആൾക്കാർ, ക്രൈം ബ്രാഞ്ച്, സ്പെഷ്യൽ ബ്രാഞ്ച് എന്നുകൊണ്ട് എല്ലാവരും കണ്ടു പരിചയപ്പെട്ടിട്ടുണ്ടാവും. ലക്ഷക്കണക്കിന് രൂപ 1000 കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു വടി, സ്റ്റീലിൻ്റെ വടി വെച്ചിട്ട് അതിലാണ് ഈ വെള്ളം വലിക്കുന്നത്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ഒഴിച്ചിട്ടാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. 5 ഏക്കർ സ്ഥലം. ഇവിടെ ജോലിയില്ല കൂലിയില്ല എന്നും പറഞ്ഞ് MAയും പഠിച്ച് BAയും പഠിച്ച് നെറ്റ്വർക്കും ചെയ്ത് അവിടെയും പൊളിഞ്ഞ് കുടുംബത്തിനൊരു വാഴ പോലും വെക്കാതെ ഒരു കാര്യവും ചെയ്യാൻ നടക്കുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചിന്തിച്ചപ്പോൾ 48,000 രൂപ ഒരു ബഡ്ജറ്റ്, പ്ലംബിംഗ്, ഒരു മോട്ടർ, 6 സ്പ്രിംഗ്ലർ, മറ്റ് പൈപ്പ് ലൈനുകൾ എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 29,000 രൂപ അക്കൗണ്ടിലുണ്ട്. ബാക്കി പൈസ സംഘടനയുടെ റിസർവ് ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു മോട്ടറും ആ കൃഷിക്ക് ജലസേചനത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും ഭാരത് ഹ്യൂമൻ റൈറ്റ് മിഷൻ ചെയ്തു കൊടുത്ത് മാതൃകയായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യൻ വിചാരിച്ചാൽ എന്തും ചെയ്യാം. നല്ലതിനോട് സംവദിക്കാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കാം. സമയമെടുത്തോട്ടെ, കുറച്ച് മതി. അതാണ് ബാക്കിയുള്ള കാര്യങ്ങളെ ഈ ഭൂമുഖത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈമിഷിക നിമിഷം മതി. മോശം പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് മതി. പക്ഷേ സത്യവും അസത്യവും മനുഷ്യത്വവും വേർതിരിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നേക്കാം, ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നേക്കാം. എന്നാലും ക്ഷമയോടുകൂടി സത്യത്തിൻ്റെ പുറകെ പോകാനും നന്മയുടെ പുറകെ പോകാനും നല്ലത് ചെയ്യാനും നമ്മുടെ സംഘടനയുടെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ സംഘടനയെ കേൾക്കുന്നവർക്കും എക്കാലത്തും നമ്മൾ സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക സംഘടനയുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഞാൻ അതിൽ കടന്നു പോകുകയാണെന്ന് എനിക്കറിയാം. സമയം വൈകി, സ്റ്റേജിൽ ഒരുപാട് കുഴപ്പമുണ്ട്. നമ്മുടെ ആദരവ് നടക്കുക വരെ എടുക്കാൻ സധൈര്യം ഏതു സമയത്തും പുള്ളിയുടെ സേവനം നീലേശ്വരം പോലീസുകാർക്കും നീലേശ്വരം നിവാസികൾക്കും കാസർഗോഡ് ജില്ലക്കാർക്കും ലഭിക്കുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ മനുഷ്യനെ നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റും. നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടി അദ്ദേഹം ഇവിടെ വന്നിട്ടുണ്ട്. നാടൻ പാട്ടുകളുടെ ചെറിയ ഒരു കുടുംബത്തിൽ നിന്ന്, വേദനിക്കുന്ന ഒരു കുടുംബത്തിൽ നാടൻ പാട്ടിൽ പ്രശസ്തമായിട്ടുള്ള സുരേഷ് പള്ളിപ്പറ എന്ന് പറയുന്ന ഒരു നാടൻ കലാകാരൻ നമ്മുടെ ആദരവ് ഏറ്റുവാങ്ങാൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമ്മൾ തിരഞ്ഞെടുത്തിരിക്കുന്ന മേഖലകളെല്ലാം അതേപോലെ താഴേക്കടയിൽ നിന്ന് വലുതാക്കിയെടുക്കേണ്ട മുത്തുക്കളയാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. പേരെടുത്ത് പറയുന്ന ആദരവിൻ്റെ സമയത്ത് എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ മാത്യു CI സാറിനെ കുറിച്ച് ഞാൻ ഒരുപാട് സംസാരിച്ചും കേട്ടിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ എനിക്ക് സേവന പ്രസ്ഥാനങ്ങളും ഒക്കെ ലെറ്റർ ഹെഡിൽ എഴുതി ഇങ്ങനെ ഒരു വണ്ടി സൗകര്യം അറേഞ്ച് ചെയ്യാൻ വേണ്ടി കളക്ടർ എടുത്ത് പോയതായിട്ട് എനിക്കറിയാം. അപ്പോൾ നമ്മുടെ കളക്ടറായി ആർക്കും അതിനുള്ള ഒരു അനുമതി കൊടുത്തിരുന്നില്ല. അപ്പോൾ നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാസ് അതാത് വ്യക്തികൾ എടുക്കത്തക്ക രീതിക്കുള്ള ഒരു പ്രത്യേക സിറ്റുവേഷനാണ്.
അങ്ങനെ ഭാരത് ഹ്യൂമൻ റൈറ്റ് മിഷൻ കാസർഗോഡ് കലക്ടറുടെ മുമ്പിൽ ഞങ്ങളൊരു പ്രപ്പോസൽ വെച്ച് കഴിഞ്ഞപ്പോൾ കലക്ടർ പറഞ്ഞു കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ച് ഉത്തരവാദിത്വത്തോടു കൂടി നിയറസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ നിന്ന് പാസ് എടുത്ത് ഒരു സീറ്റിൽ ഒരാളെയൊക്കെ ഇരുത്തി നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കൊണ്ടുപോയിക്കോളൂ എന്നും പറഞ്ഞ് പെർമിറ്റ് തന്ന ഒരേ ഒരു സംഘടന ഭാരത് ഹ്യൂമൻ റൈറ്റ് മിഷനാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അങ്ങനെ ഞങ്ങൾ എല്ലാ പോലീസ് സ്റ്റേഷനുകളിലും എല്ലാ CI-മാർക്കും മെസ്സേജ് അയച്ചു. പോലീസുകാരുടെ സഹായത്തോടു കൂടി ആ പാസുകളും കാര്യങ്ങളൊക്കെ കളക്ട് ചെയ്ത് 5300 ഗവൺമെന്റ് എംപ്ലോയീസിനെ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയും തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും കൊണ്ടുപോകാൻ വേണ്ടി ഭാരത് ഹ്യൂമൻ റൈറ്റ് മിഷൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ പല വണ്ടികളും നമ്മൾ വാടകയ്ക്കെടുത്ത് അതിൽ BHRM-ന്റെ സ്റ്റിക്കർ വെച്ച് സാനിറ്റൈസറുകൾ മുഴുവൻ നമ്മൾ കൊടുത്ത് കുടിവെള്ളം പോലും കിട്ടാനില്ലാത്ത സമയത്ത് ബോട്ടിലുകളെല്ലാം സംഘടിപ്പിച്ച് ബസ്സിൽ യാത്ര ചെയ്തു. ഒരു പ്രാവശ്യത്തെ ബസ്സിൽ ഞങ്ങൾക്ക് 21 പേരെ കൊണ്ട് പോകാൻ വേണ്ടി സാധിച്ചതിൽ 17 പേരും നിറ ഗർഭിണികളായിരുന്നു. അത്രയ്ക്ക് മനുഷ്യാവകാശ പ്രവർത്തനം നടത്താൻ നമുക്ക് ആ സമയത്ത് സാധിച്ചു. വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രവർത്തിക്കാൻ ഭാരത് ഹ്യൂമൻ റൈറ്റ് മിഷൻ എന്നും സജ്ജമാണ്. അതാണ് ഈ സംഘടനയെ മറ്റ് സംഘടനകളിൽ നിന്ന് പറഞ്ഞത്. അങ്ങനെ ഭാരത് ഹ്യൂമൻ റൈറ്റ് മിഷൻ യാത്രാ ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു. ആ യാത്രാ ഗ്രൂപ്പിൽ ഭാരത് ഹ്യൂമൻ റൈറ്റ് മിഷനിലേക്ക് പോയ എംപ്ലോയീസ് ആയിട്ടുള്ള നല്ലവരായ അത്രയ്ക്ക് അവസ്ഥയിലാണ് സീറ്റ് എങ്ങനെയെങ്കിലും കിട്ടുമോ എന്ന് ഒരു മാസം മുമ്പേ വിളിച്ചൊക്കെ ബുക്ക് ചെയ്യുന്നത്. ആ സമയത്ത് അവർ 29,000 രൂപ പലരായിട്ട് നമ്മുടെ ചാരിറ്റി അക്കൗണ്ടിലേക്ക് അയച്ചു തന്നു. 29,000 രൂപ. അങ്ങനെ ആ പൈസ നമ്മുടെ അക്കൗണ്ടിൽ കിടക്കുമ്പോഴാണ് തിരുവനന്തപുരത്ത് ഉള്ള കാഴ്ചകൾ കണ്ടിട്ടുണ്ടാവില്ല. ഒരു വടി, സ്റ്റീലിൻ്റെ വടി വെച്ചിട്ട് അതിലാണ് ഈ വെള്ളം വലിക്കുന്നത്. എന്നിട്ട് അത് കൊണ്ടുപോയിട്ട് ഒഴിച്ചിട്ടാണ് അദ്ദേഹം കൃഷി ചെയ്യുന്നത്. 5 ഏക്കർ സ്ഥലം. ഇവിടെ ജോലിയില്ല കൂലിയില്ല എന്നും പറഞ്ഞ് MA-യും പഠിച്ച് BA-യും പഠിച്ച് നെറ്റ്വർക്കും ചെയ്ത് അവിടെയും പൊളിഞ്ഞ് കുടുംബത്തിലൊരു വാഴ പോലും വെക്കാതെ ഒരു കാര്യവും ചെയ്യാൻ നടക്കുന്ന ഒരു കാലത്ത് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അങ്ങനെ ചിന്തിച്ചപ്പോൾ 48,000 രൂപ ഒരു ബഡ്ജറ്റ്, പ്ലംബിംഗ്, ഒരു മോട്ടർ, 6 സ്പ്രിംഗ്ലർ, മറ്റ് പൈപ്പ് ലൈനുകൾ എല്ലാം കൂടെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വേണം. ഒന്നും ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. 29,000 രൂപ അക്കൗണ്ടിലുണ്ട്. ബാക്കി പൈസ സംഘടനയുടെ റിസർവ് ഫണ്ടിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹത്തിന് ഒരു മോട്ടറും ആ കൃഷിക്ക് ജലസേചനത്തിന് ആവശ്യമായിട്ടുള്ള മുഴുവൻ സംവിധാനങ്ങളും ഭാരത് ഹ്യൂമൻ റൈറ്റ് മിഷൻ ചെയ്തു കൊടുത്ത് മാതൃകയായിട്ടുണ്ട്. ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു മനുഷ്യൻ വിചാരിച്ചാൽ എന്തും ചെയ്യാം, എന്തും ചെയ്യാം. നല്ലതിനോട് സംവദിക്കാൻ കുറച്ച് സമയമെടുക്കുമായിരിക്കാം. സമയമെടുത്തോട്ടെ, കുറച്ച് മതി. അതാണ് ബാക്കിയുള്ള കാര്യങ്ങളെ ഈ ഭൂമുഖത്ത് നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. തെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നൈമിഷിക നിമിഷം മതി. മോശം പേര് കേൾപ്പിക്കാൻ വേണ്ടിയിട്ട് 1 മിനിറ്റ് മതി. പക്ഷേ സത്യവും അസത്യവും മനുഷ്യത്വവും വേർതിരിച്ചെടുക്കാൻ ഒരുപാട് സമയം വേണ്ടി വന്നേക്കാം, ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വന്നേക്കാം. എന്നാലും ക്ഷമയോടുകൂടി സത്യത്തിൻ്റെ പുറകെ പോകാനും നന്മയുടെ പുറകെ പോകാനും നല്ലത് ചെയ്യാനും നമ്മുടെ സംഘടനയുടെ പ്രവർത്തകർക്കും അതോടൊപ്പം തന്നെ സംഘടനയെ കേൾക്കുന്നവർക്കും എക്കാലത്തും നമ്മൾ സന്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആവശ്യമായിട്ടുള്ള സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നുമുണ്ട്. പിന്നെ എടുത്തു പറയത്തക്ക സംഘടനയുടെ മറ്റു കാര്യങ്ങളൊക്കെ നമുക്ക് വീണ്ടും ഞാൻ അതിൽ കടന്നു പോകുകയാണെന്ന് എനിക്കറിയാം. സമയം വൈകി, സ്റ്റേജിൽ ഒരുപാട് കുഴപ്പമുണ്ട്. നമ്മുടെ ആദരവ് നടക്കുക ജില്ലാ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ആദരിക്കുകയുണ്ടായി. തീർച്ചയായിട്ടും ജില്ലാ കമ്മിറ്റിക്ക് അഭിമാനിക്കാം. ഈ കോവിഡ് മഹാമാരി കാലത്ത് സന്നദ്ധ പ്രവർത്തനം നടത്തുകയും ഏറ്റവും താഴേക്കിടയിലുള്ള ജനവിഭാഗങ്ങൾക്ക് താങ്ങും തണലായിട്ട് പ്രവർത്തിച്ച നീലേശ്വരം പോലീസ് സ്റ്റേഷൻ, അതുപോലെ സന്നദ്ധ പ്രവർത്തകർ ബോധമായിട്ട് എനിക്കിപ്പോൾ തോന്നുവാണ്. കാരണം നമ്മൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ട്. എങ്കിലും ഇത്രയും ഈ കുറഞ്ഞ കാലയളവിൽ ഒരു 4 മാസത്തെ സമയമേ ആയിട്ടുണ്ടോ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ടിട്ട്. പക്ഷേ ഈ ഒരു കാലയളവ് കൊണ്ട് തന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ ജോൺ സാറിന് സാധിച്ചു. ജോൺ സാറിനൊപ്പം ഞങ്ങൾ 1-2 ചാരിറ്റി പ്രവർത്തനങ്ങൾ ഒരുമിച്ച് പോയി ചെയ്യുക വരെയും ചെയ്തിട്ടുണ്ട്. ഭയങ്കര ഒരു അത്ഭുതകരമായ ഒരു പ്രവർത്തനമാണ് സാറിൻ്റെ ഭാഗത്തു നിന്ന് ഉള്ളത്. എല്ലാ കാര്യങ്ങളും എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. നമ്മളിൽ പലരും ജോൺ സാറിനെ ഇനിയും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്.
ഒരു ജീവിതകാലം നമുക്ക് വളരെ കുറച്ച് സമയമാണ് നമ്മുടെ ഒരു ജീവിതകാലം എന്ന് പറയുന്നത്. ആ കുറച്ച് സമയം കൊണ്ട് നമുക്ക് കുറേ അധികം കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി നമ്മുടെ സമൂഹത്തിലെ താഴെത്തട്ടിലുള്ളവർക്കായാലും നമ്മുടെ ചുറ്റുവട്ടത്തുള്ളവർക്കായാലും നമുക്ക് ചെയ്യാൻ കിട്ടുന്ന ഒരു അവസരം പോലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയരുത് എന്നുള്ളതാണ് എനിക്ക് നിങ്ങൾ ഓരോരുത്തരോടും പറയാനുള്ള ഒരു വിനീതമായ അപേക്ഷ. കാരണം നമ്മുടെ കയ്യിൽ ഉണ്ടായിട്ടല്ല നമ്മൾ കൊടുക്കുന്നത്, നമുക്ക് കിട്ടുന്നതിൻ്റെ ഒരു ഓഹരി അത് നമ്മൾ പങ്കുവെക്കുമ്പോൾ വലിയ ഒരു ഉത്തരവാദിത്വമാണ് നമ്മളവിടെ ചെയ്യുന്നത്. നമ്മുടെ സമൂഹത്തോട്, നമ്മുടെ സഹോദരങ്ങളോട് നമുക്കവരെ ചേർത്ത് നിർത്താൻ കിട്ടുന്ന ഒരു വലിയൊരു അവസരമായിട്ട് നമുക്കതിനെ വിനിയോഗിക്കാൻ സാധിക്കും. ഇന്നിവിടെ കാണുകയുണ്ടായി ഒരുപാട് പേര്, എല്ലാ തലത്തിലുമുള്ള ആളുകൾ, നമ്മളൊന്ന് ചിന്തിക്കുക പോലും ചെയ്യാൻ സാധിക്കാത്ത വിധം എല്ലാ തലത്തിലുമുള്ള ആളുകളെ ഒരുമിച്ച് കൊണ്ടുവന്ന് ഈ വേദിയിലേക്ക് എത്തിക്കാനായിട്ട് വളരെ കഠിനമായ പ്രയത്നമാണ് ജോൺ സാറിൻ്റെ ഭാഗത്തുനിന്നും ഈ കമ്മിറ്റി മെമ്പേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ളതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. എല്ലാവർക്കും ഈ കാസർഗോഡ് ജില്ലയുടെ പേരിലുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. ഒപ്പം തന്നെ എനിക്ക് ഈ ഒരു അവസരം തന്നതിന് ഭാരത് ഹ്യൂമൻ റൈറ്റ്സ് മിഷനോട് നന്ദി അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പ്രത്യേകിച്ച് കലാകാരന്മാർ വല്ലാത്തൊരു പ്രതിസന്ധിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഒരു സമയത്താണ് എന്നെ തേടി കേരള ഫോക്ലോർ അക്കാദമിയുടെ യുവ പ്രതിഭാ പുരസ്കാരം എന്നെ തേടി എത്തിയത്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഇന്നത്തെ ഈ ഒരു മനോഹരമായ സുദിനത്തിൽ BHRMൻ്റെ ജില്ലാ കൺവെൻഷനോടനുബന്ധിച്ച് എന്നെ ഇവിടെ ക്ഷണിച്ചു വരുത്തുകയും ഞാനെന്ന കലാകാരന് ഒരാദരവ് തരികയും ചെയ്ത BHRMൻ്റെ പ്രിയപ്പെട്ട എൻ്റെ എല്ലാവരോടും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി കടപ്പാടും അറിയിക്കുകയാണ്. എന്താണ് പറയേണ്ടതെന്ന് അറിയില്ല. അങ്ങനെ കുറേ പാട്ടുകളൊക്കെ പാടും, പക്ഷെ അങ്ങനെ സംസാരിച്ച് വലിയ ശീലമൊന്നുമില്ല. എങ്കിലും ഒരു കലാകാരൻ എന്ന നിലയിൽ 1-2 കാര്യങ്ങൾ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരോട് ഒന്ന് പറയുകയാണ്. പൊള്ളയായ കുറേ പറച്ചിലുകളേക്കാൾ ഞാനെന്ന നമ്മുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ നിങ്ങളോട് പറയുന്നതായിരിക്കും നല്ലത് എന്നാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് തുറന്നു പറയുന്നത്. എനിക്ക് കുട്ടികളെ ഒരുപാട് ഇഷ്ടമാണ്. കാരണം എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് ഒരുപാട് കഷ്ടപ്പാടുകളും ഒരുപാട് പീഡനങ്ങളൊക്കെ അനുഭവിച്ച് വളർന്നു വന്നൊരു കലാകാരനാണ്. ഞാൻ ആ കുറച്ച് കാര്യങ്ങളൊക്കെ മഴവിൽ മനോരമയിൽ ഉടൻ പടം കണ്ടവരുണ്ടോ? ഒന്ന് കൈബന്ധിക്കോ? കുറച്ച് പേര് കണ്ടിട്ടുണ്ട്. കാണാത്തവർ അതിൽ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എല്ലാ കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരു പൂവാടിയിലെ അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിലെ പൂക്കൾ പോലെ സുന്ദരന്മാരും സുന്ദരികളൊക്കെയാണ്. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. അവരാണ് നമ്മുടെ ജീവിതത്തിലെ മൂർത്തിഭാവങ്ങൾ. അവർക്ക് ഒരുപാട് കഴിവുകളുണ്ട്. ആ കഴിവുകളൊക്കെ കണ്ടെത്തുമ്പോഴാണ് അവർ വലിയ ആളുകളായി മാറുന്നത്. അവരുടെ എല്ലാ കഴിവുകളും കണ്ടെത്തുമ്പോഴാണ് അവർ ലോകം അറിയപ്പെടുന്ന കലാകാരനായി മാറുന്നത്. ഉദാഹരണത്തിന് ഞാൻ എൻ്റെ കഥ തന്നെ പറയാം. പള്ളിപ്പാറ എന്ന് പറയുന്ന കൊച്ചു ഗ്രാമത്തിൽ ആരോരും അറിയപ്പെടാതെ പോയൊരു കലാകാരനാണ് ഞാൻ. എൻ്റെ നാടൻ പാട്ടിനോടുള്ള അടങ്ങാത്ത അഭിനിവേശം കൊണ്ടാണ് ഞാൻ ഇന്ന് സുരേഷ് പള്ളിപ്പാറ എന്ന പേരിൽ ഇത്രയും വലിയൊരു സദസ്സിൽ, ഒരുപാട് സദസ്സുകളിൽ പങ്കെടുക്കാനുള്ള ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചിട്ടുണ്ട്. ഇന്നും ഇത്രയും വലിയ വലിയ ആൾക്കാർ വന്ന് നിൽക്കുന്ന ഈ ഒരു വേദിയിൽ എനിക്ക് വരാൻ സാധിച്ചത് എൻ്റെ കലയോടുള്ള എൻ്റെ അഭിനിവേശം കൊണ്ടാണ്. ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി വരുന്ന നമ്മുടെ തലമുറയ്ക്ക്, നമ്മുടെ മക്കൾക്ക് അങ്ങനെ ഒരു ഗതികേട് ഉണ്ടാവരുത്. നമ്മൾ അവരുടെ കഴിവുകളെ കണ്ടെത്തണം. ആ കഴിവുകൾ നാം തിരിച്ചറിയുക, അവരെ നാം നെഞ്ചോട് ചേർക്കുക. ഇത്ര മാത്രമാണ് എനിക്ക് ഈ ഒരു അവസരത്തിൽ നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. ഞാൻ എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടെങ്കിൽ അതിലെന്നെ ഒരുപാട് ഏറ്റവും കൂടുതൽ എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് പ്രിയപ്പെട്ട എൻ്റെ കുട്ടികളാണ്. ഏതൊരു പരിപാടിയിൽ പോയാലും സപ്പോർട്ടും എന്തൊക്കെ അവരാണ് എന്നെ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ എപ്പോഴും മനസ്സിൽ വയ്ക്കുക. നമ്മുടെ മക്കളെ കഴിവുകൾ നമ്മൾ തിരിച്ചറിയുക. എന്നെപ്പോലെ ഒരവസ്ഥയാവരുത്. കാരണം ഇന്ന് ഞാൻ പോകുന്ന വഴികളിൽ സ്നേഹമുണ്ട്, ബഹുമാനമുണ്ട്, കൂട്ടുകൂടാൻ ആളൊക്കെ ഉണ്ട്. ഇതൊന്നും ഇല്ലാതിരുന്ന ഒരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഒരു കൈസഹായത്തിന് പോലും ആരും ഇല്ലാതിരുന്നൊരു കാലഘട്ടം എനിക്കുണ്ടായിരുന്നു. ഇത്രമാത്രമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. ഒരിക്കൽ കൂടി BHRMൻ്റെ മുഴുവൻ പ്രവർത്തകരോടും, ഒത്തിരി BHRMൻ്റെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ വന്നപ്പോൾ ജോൺ സാറിലൂടെയും
അതുപോലെ തന്നെ മറ്റുള്ളവരിലൂടെയൊക്കെ അറിയാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. തീർച്ചയായിട്ടും ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കാൻ സാധിച്ചു വലിയൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. ഇതിൽ പങ്കെടുത്തില്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു നഷ്ടമായിട്ട് തന്നെ ഞാനത് കണക്കാക്കുമായിരുന്നു. ഇനി എന്തായാലും ഇങ്ങനെയൊന്നും അനുമോദനം വാങ്ങാനും എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത ഒരനുഭവമായി എന്നും BHRM ഈ ഒരു കുടുംബവും എന്നും എൻ്റെ മനസ്സിലുണ്ടാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് ഇനിയുള്ള BHRMന്റെ മുന്നോട്ടുള്ള യാത്രയിൽ ഒരുപാട് പേർക്ക് കൂടുതലായിട്ടൊന്നും പറയുന്നില്ല. ഇനി എല്ലാവിധ ആശംസകൾ അറിയിക്കുന്നു. ബാങ്ക് കൊടുത്തിരിക്കുകയാണ്. താങ്ക് യു. പാലം നല്ല നടപ്പാലം അപ്പന്റെ കൈയും പീഡിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്താണപ്പാ ഒരു വിളിയും കേട്ട് എൻ്റെ അമ്മ വിളിക്കണോരൊച്ച പോലെ എൻ്റെ അമ്മ മണ്ണോട് മണ്ണായെന്ന് അപ്പൻ തന്നല്ലേ പറയാറുള്ളു അപ്പൻ തന്നല്ലേ പറയാറുള്ളു ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ ആയ കഥ ഞാൻ ചൊല്ലിത്തരാം ആയ കഥ കേട്ട് കരയരുതേ പൊന്നോ ആയ കഥ ഞാൻ ചൊല്ലിത്തരാം അന്നൊരു വറുതി മാസം കള്ളക്കറക്കടകം തിന്നാനും കുടിക്കാനില്ലാത്ത കാലം നീ അന്നു നീന്തി നടക്കണ കാലം അടിവാച്ചു വീണ് കരയണ പ്രായം വറുതിക്ക് തീർപ്പ് കലിപ്പിച്ചമ്പ്രാൻ ഉണ്ണീടമ്മേനെ കരുനീറുത്താൻ ഉണ്ണീടമ്മേനെ കരുനീറുത്താൻ എന്തിനാണമ്മേനെ കരുനീറുത്തി പകരത്തിനപ്പനെന്തേ പോവാഞ്ഞത് എന്തിനാണമ്മേനെ കരുനീറുത്തി പകരത്തിനപ്പനെന്തേ പോവാഞ്ഞത് മാറത്ത് നന്നടർത്തിയെടുത്ത് എന്തിനാണമ്മ കരുവായത് എന്തിനാണമ്മ കരുവായത് പെണ്ണിന്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണ് ഊറക്കൊള്ളൂന്ന് പെണ്ണിന്റെ ചോര വീണാലാത്രേ പാലത്തിൻ തൂണ് ഊറക്കൊള്ളൂന്ന് തമ്പ്രാന്റെ വാക്കിന്ന് എതിർവാക്കില്ല എൻ്റെ കീടാത്യോളെ കൊണ്ടും പോയി അൻ്റമ്മ മണ്ണോട് മണ്ണുമായി അൻ്റമ്മ മണ്ണോട് മണ്ണുമായി പാലം പാലം നല്ല നടപ്പാലം അപ്പന്റെ കൈയും പീഡിച്ച് നടക്കണ നേരം ആയോരു പാലത്തിൻ്റെ തൂണി നിന്നും പൊന്നോ എന്നൊരു വിളിയും കേട്ട് പൊന്നോ എന്നൊരു വിളിയും കേട്ട് എന്നോടെന്ത് മിണ്ടാത്തേ എന്നെ എന്ത് നോക്കാത്തേ എന്നെ മറന്നു ചേട്ടാ എന്നും കേട്ടാ
എന്നെ വെറുത്തോ ചേട്ടാ ഇന്നിവിടെ പോയമല്ലേ കൺമണി നീ വരുകില്ലേ കണ്ണായ നിന്നെ ഞാൻ പൊന്നാടയണിയിക്കാം അമ്പലമുറ്റത്ത് കാണുന്ന ആൾത്തറ മുന്നിലെ ഞാനിരിക്കാം ഉണ്ണിട്ടാ മുന്നിലെ ഞാനിരിക്കാം അമ്പലമുറ്റത്ത് കാണുന്ന ആൾത്തറ മുന്നിലെ ഞാനിരിക്കാം ഉണ്ണിട്ടാ മുന്നിലെ ഞാനിരിക്കാം എന്നോടെന്ത് മിണ്ടാത്തേ എന്നെ എന്ത് നോക്കാത്തേ എന്നെ വെറുത്തോ ചേട്ടാ എന്നുണ്ണിട്ടാ എന്നെ മറന്നോ ചേട്ടാ ഞാൻ കുടിക്കണ കഞ്ഞിയിൽ എന്തിന് കല്ലിട്ട് വെക്കണ് കൊച്ചേട്ടാ കയ്യിലിരിക്കണ കല്ലും പരിപ്പൂ ഈ കലത്തിൽ വേവൂല ഈ കലത്തിൽ വേവൂല ഞാൻ കുടിക്കണ കഞ്ഞിയിൽ എന്തിന് കല്ലിട്ട് വെക്കണ് കൊച്ചേട്ടാ കയ്യിലിരിക്കണ കല്ലും പരിപ്പൂ ഈ കലത്തിൽ വേവൂല ഈ കലത്തിൽ വേവൂല വരിക ചക്കട ചുളകണക്കിന് തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടരി ഞാനൊരു മിന്നായം വരിക ചക്കട ചുളകണക്കിന് തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടരി ഞാനൊരു മിന്നായം ചാട്ടുളി മുന്ന തുളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ കാലിടരണു വയറരിയണി ഹിരി കുടുങ്ങണു നെഞ്ചിലടി വരിക ചക്കട ചുളകണക്കിന് തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടരി ഞാനൊരു മിന്നായം കാവടി കഴിഞ്ഞമ്പലത്തിൽ ആളൊഴിഞ്ഞൊരു മൂലയിൽ കാത്തു നിൽക്കണ കല്യാണി കൈ നീട്ടി മടി വിളിച്ചെന്ന് കാവടി കഴിഞ്ഞമ്പലത്തിൽ ആളൊഴിഞ്ഞൊരു മൂലയിൽ കാത്തു നിൽക്കണ കല്യാണി കൈ നീട്ടി മടി വിളിച്ചെന്ന് വരിക ചക്കട ചുളകണക്കിന് തുടുത്തൊരു കല്യാണി കൊടകരയിൽ കാവടിയാടുമ്പോ കണ്ടരി ഞാനൊരു മിന്നായം ചാട്ടുളി മുന്ന തുളക്കണ മൂർച്ചയുള്ളൊരു നോട്ടമാ കാലിടരണു വയററിയണി ഇരി കുടുങ്ങണം നെഞ്ചിലടി ചലക്കൂടി ചന്തക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലി കറി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ മീനും കൊണ്ട് 5-6 വട്ടം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി ഞാൻ നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി നേരം പോയി മീനും ചീഞ്ഞ് അന്നത്തെ കച്ചവടം വെള്ളത്തിലായി ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചന്ദന ചൊപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ ചെമ്പല്ലിക്കറി മീൻ ചെമ്മീനേ പെണ്ണിന്റെ കൊട്ടല് നെയ്യുള്ള പിടക്കണ മീനാണേ. എനിക്ക് ഒരു 5 ഏക്കർ 6 ഏക്കർ കൃഷിസ്ഥലമുണ്ട്. ആരുടെ കണ്ടം തരിശായി ഇട്ടാലും ഞാനത് കയറി കൃഷി ചെയ്യും. അവരുടെ ജോലി അനുവാദത്തോടു കൂടിയാണ്. പക്ഷെ ഇപ്പോഴും എനിക്ക് ഒരു 5 ഏക്കർ 6 ഏക്കർ കൃഷിയുണ്ട്, 2 പൂത്തുണ്ട്, ഒരു ട്രാക്ടറുണ്ട്, ഒരു ടില്ലറുണ്ട്. അങ്ങനെയായിട്ട് ഞാൻ കാർഷിക മേഖലയിൽ വളരെ ഊർജ്ജസ്വലതയോടുകൂടി പ്രവർത്തിക്കുന്ന സമയത്ത് 2014 എന്നെ മണ്ടലി പിടിച്ചു കടിച്ചു. അപ്പോൾ ഞാൻ പരിയാരം മെഡിക്കൽ കോളേജിൽ ICUയിൽ കിടക്കുകയും അവിടുന്ന് പൂർവാധികം ശക്തിയോടെ എൻ്റെ കൃഷി എന്ന ഒറ്റ ചിന്തയോടുകൂടി ഞാൻ എഴുന്നേറ്റോടി എൻ്റെ കൃഷിസ്ഥലത്തേക്ക് വന്നൊരനുഭവം എനിക്ക് 2014 ഉണ്ടായിട്ടുണ്ട്. കൊച്ചുകുട്ടികളെല്ലാവർക്കും എനിക്ക് വെച്ചാൽ ഈ കൂടുതൽ സംസാരിക്കാനൊന്നും അറിയില്ല, പക്ഷേ പിന്നെ പ്രവർത്തിച്ച് കുറേ നല്ലൊരു ഇതുണ്ട്. പിന്നെ സംസാരം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് കിട്ടിയ ഈ അനുഭവത്തിൽ എനിക്ക് ഒരു നന്ദി രേഖപ്പെടുത്തണമെന്ന് എനിക്ക് വലിയ ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ പ്രസംഗവേദിയിലേക്ക് വന്നത്. പിന്നെ എൻ്റെ അനിയൻ മധു പറഞ്ഞിട്ടാണ് എനിക്ക് ഈ ബേച്ചാറാമിനെ കൊണ്ട് കൂടുതൽ അറിയാൻ പറ്റിയത്. പിന്നെ കഴിഞ്ഞ പ്രാവശ്യം കാസർഗോഡ് നടന്ന കർഷകർക്ക് ഒരു ഐക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ വേണ്ടിയുള്ള ഒരു ചിത്രരചനയിൽ ഞാനും ഒരു ചിത്രം വരച്ചു. അങ്ങനെയാണ് ഞാൻ ഈ ഒരു വേദിയിലെത്തുന്നത്. ശരിക്ക് പിന്നെ ജോൺ കോൽക്കളിക്കുള്ള സ്വീകരണം ഏറ്റുവാങ്ങിയ സ്ഥിതിക്ക് കോൽക്കളിയെ പറ്റി 2 വർത്തമാനം പറയാതിരിക്കാൻ പറ്റില്ല. ഏകദേശം 52 വർഷക്കാലമായി ഞാൻ ഈ കോൽക്കളി രംഗത്ത് പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട്. കണ്ണൂർ കാസർഗോഡ് ജില്ലയിൽ അറിയപ്പെടുന്ന ഒരു ടീം നമുക്കിന്ന് നിലവിലുണ്ട്, എരവിൽ കോൽക്കളി സംഘം. എരവിൽ കോൽക്കളി സംഘം രൂപീകരിച്ച് 3 വർഷം കഴിഞ്ഞതോടുകൂടി നമ്മളെ HIV ബോധവൽക്കരണ ക്യാമ്പിന് വേണ്ടി കാസർഗോഡ് ജില്ല മുഴുവനും ബോധവൽക്കരണത്തിന് വേണ്ടി പാട്ടുകൾ ഉണ്ടാക്കി നമ്മൾ കളിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കണ്ണൂർ കാസർഗോഡ് ജില്ല മൂടവതിര എന്ന് പറയുന്ന സ്ഥലം വരെ പോയി നമ്മൾ കോൽക്കളികൾ കളിച്ച് വന്നിട്ടുണ്ട്.
IMO, Skypo, ഹാപ്പി പെരുന്നാൾ എന്ന് പറഞ്ഞിട്ട് ഹാപ്പി വിഷു, ഹാപ്പി ഓണം, ഹാപ്പി ക്രിസ്മസ് എല്ലാ ബന്ധുക്കളും അയച്ചു കഴിഞ്ഞാൽ ലോകത്തേക്ക് അവർ പോവുകയായി പിന്നെ പിടിച്ചാലേ കിട്ടില്ല. ശരിയല്ല ഞാൻ പറയുന്നത്. തെറ്റെടുത്ത് തുടങ്ങി ഇനി നോക്കിക്കോ, ഓൺലൈൻ പഠനമാണ്. നമ്മളൊക്കെ നമ്മുടെ മക്കൾ കേട്ടിട്ടുണ്ടോ? ഒന്നുകൂടി പറയാം. ഉച്ചക്ക് നല്ല ബിരിയാണിയൊക്കെ കഴിച്ചിരിക്കുന്ന സമയമാണ്. സ്വാഭാവികമായിട്ട് ഉറക്കം വരും. അപ്പോൾ അല്പസമയം നിങ്ങൾ ഉറക്കാതെ കൊണ്ടുകൊണ്ട് ഒരു വെല്ലുവിളി കൂടി അതൊരു വെല്ലുവിളിയാണ്. വയറ് നിറഞ്ഞിരിക്കുന്നു. പിന്നെ അത്ര ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയ വിഷയമല്ല ഞാൻ പറയുന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരുടെയും സഹകരണം ആദ്യം തന്നെ പ്രതീക്ഷിക്കുന്നു. നമുക്കൊരു ഇന്ററാക്ഷൻ ചർച്ചയാണ്. വാക്കാളെയും വളരെ ചുരുക്കം ആൾക്കാരെയും അതന്നെ മിക്സഡ് കമ്മ്യൂണിറ്റിയാണ്. എല്ലാ തരത്തിലുള്ള ആൾക്കാർക്കും ചെറുപ്പക്കാരുണ്ട്, വീട്ടിലുണ്ട്, അതിന്റെ മുകളിൽ ഒരു തുറന്ന ചർച്ച. ഓക്കെ, സൈബർ ക്രൈം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടല്ലേ? ഓരോ ദിവസവും പത്രം നോക്കിക്കഴിഞ്ഞാൽ ഇതില്ലാത്ത ദിവസങ്ങളില്ല. നിങ്ങൾ ആരെങ്കിലും സൈബർ ചെറുക്കുടിയിൽ പെട്ടിട്ടുണ്ടോ? അത് നിങ്ങളുടെ ഭാഗ്യം. ഇന്നത്തെ കാലം ഇതിൽ പെടാതെ എങ്ങനെ ഈ കളം പോലെയാണ്. എല്ലാം ചതിക്കുഴികളാണ്. നമ്മളിങ്ങനെ ചാടി പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കെല്ലാം വരുന്ന ഓരോ ദിവസവും എല്ലാ ദിവസവും 2-3 കോളുകൾ വരും. ഹണി ട്രാപ്പിനെ പെട്ടത് നമ്മുടെ ആ ഭാഗത്തൊക്കെ ചെങ്കള പഞ്ചായത്തുകാരുടെ ഉണ്ട് തോന്നുന്നു. നിരവധി ഫോൺ കോളുകളാണ് വരുന്നത്. ഹണി ട്രാപ്പ്, ഓൺലൈൻ തട്ടിപ്പ്, ലോൺ തട്ടിപ്പ്. ആദ്യം തന്നെ പറയാം, സൈബർ ക്രൈം എന്ന് പറഞ്ഞാൽ മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഡിജിറ്റൽ ഉപകരണങ്ങളായ ഡിജിറ്റൽ ക്യാമറയും പെൻഡ്രൈവും CD-യും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറ്റകൃത്യം ചെയ്താൽ അത്തരം കുറ്റകൃത്യങ്ങളെയാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നത്. ഇതെല്ലാം നിങ്ങളെ കയ്യിലില്ലേ? ഇല്ലാത്തതുണ്ടോ? ഉണ്ടോ? ഏതെങ്കിലും സാധനങ്ങളും ഇല്ലാത്തതുണ്ടോ? അപ്പോ ഏതെങ്കിലും ആയിട്ട് ഞാൻ പറയുന്നത് എല്ലാം ഉണ്ടാവും. ഏകദേശം എല്ലാം നിങ്ങളുടെയൊക്കെ വീടുകളിലുണ്ടാവും. മൊബൈൽ ഫോൺ ഉണ്ടാവും, കമ്പ്യൂട്ടർ ഉണ്ടാവും, ഇന്റർനെറ്റ് ഉണ്ടാവും. കമ്പ്യൂട്ടർ വേണമെന്നില്ല അല്ലേ? സ്മാർട്ട് ഫോണിൽ ഇന്റർനെറ്റ് കണക്ഷൻ വെച്ച് കഴിഞ്ഞാൽ പിന്നെ കമ്പ്യൂട്ടറിന്റെ ആവശ്യമുണ്ടാവും. കമ്പ്യൂട്ടർ ചെയ്യുന്ന എല്ലാ പ്രവർത്തനവും നമുക്ക് ഇതിലൂടെ ചെയ്യാൻ വേണ്ടി സാധിക്കും. അപ്പൊ ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യപ്പെടുന്ന കുറ്റകൃത്യങ്ങളെയാണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു വരുന്നത്. ഓരോ ദിവസവും പത്രം നോക്കിയാൽ ചുരുങ്ങിയതൊരു വാർത്തയെങ്കിലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് നമ്മൾ കാണണം. സ്ത്രീകളെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യുന്നു, അശ്ലീല മെസ്സേജുകൾ അയക്കുന്നു, ഫേസ്ബുക്കുകൾ ഫേക്ക് ബുക്കുകളാവുന്നു, വാട്സാപ്പിലൂടെ ദുഷ്പ്രചരണങ്ങൾ നടക്കുന്നു, ലോട്ടറി അടിച്ചുകൊണ്ട് മെസ്സേജ് വരുന്നു, ജോലി കിട്ടിയെന്ന് മെസ്സേജ് വരുന്നു, ലോൺ വേണമെന്ന് വെച്ചിട്ട് മെസ്സേജ് വരുന്നു, വെറുതെ പോകുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നു, ട്രെയിനിൽ യാത്ര ചെയ്യുന്ന പെൺകുട്ടിയുടെ ഫോട്ടോ എടുക്കുന്നു. ഇങ്ങനെ ഓരോ ദിവസവും പത്രം നോക്കിയാൽ ചുരുങ്ങിയതൊരു വാർത്തയെങ്കിലും നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റൂലേ? എന്തുകൊണ്ടായിരിക്കും നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഈ അടുത്ത കാലത്ത് ഇങ്ങനെ ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടി വരാനുള്ള കാരണം? നമ്മുടെ നേതാക്കന്മാരെ രാഷ്ട്രീയ പ്രവർത്തകരൊന്നും പരാതിയൊന്നും കൊടുക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി സാറും പിണറായി വിജയൻ തന്നെ ഇതിനെ കുറിച്ച് എത്ര ട്രോളുകളും വാർത്തകളും ഓരോ ദിവസവും വരുന്നു ഇല്ലേ? ഓരോ രാഷ്ട്രീയ നമ്മുടെ പ്രവർത്തകർ, സാമൂഹ്യ പ്രവർത്തകർക്ക് നേരെ വലിയ വെല്ലുവിളികളാണ് അവർ നേരിടുന്നത്. പ്രത്യേകിച്ച് സ്ത്രീകളടക്കം വലിയ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയായി ഈ സമയത്ത്. ആ സമയത്ത് വളരെ ആനുകാലിക പ്രസക്തിയുള്ള ഒരു വിഷയത്തെ കുറിച്ചിട്ടാണ് ഞാൻ നിങ്ങളുമായി സംസാരിക്കുന്നത്. എന്താണ് സൈബർ ലോകം? എന്താണ് സൈബർ ചതിക്കുഴികൾ? ഞാൻ പറഞ്ഞു, എന്താണ് സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറഞ്ഞു. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഡിജിറ്റൽ ഉപകരണങ്ങളായ ഡിജിറ്റൽ ക്യാമറയും പെൻഡ്രൈവും CD-യും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറ്റകൃത്യം ചെയ്താൽ അത്തരം കുറ്റകൃത്യങ്ങളെ സൈബർ കുറ്റകൃത്യങ്ങൾ എന്ന് പറയുന്നു. നമ്മൾ ചോദിച്ചു, എന്തുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ നമ്മുടെ നാട്ടിൽ കൂടി വരാനുള്ള കാരണം? ഈ അടുത്ത കാലത്ത് എന്തുകൊണ്ടാണ് ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടി വരാനുള്ള കാരണം? എന്തെങ്കിലും കാരണം പറയാൻ പറ്റും? 2010 ശേഷമാണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കൂടി വരാൻ തുടങ്ങിയത്. എന്തുകൊണ്ടായിരിക്കും? പല കാരണമുണ്ട്. ഒരു കാരണം ശിക്ഷയുടെ അഭാവം, ശരിയാണ്. അല്ലെങ്കിൽ നിയമത്തെ കുറിച്ചുള്ള അറിവില്ലായ്മയും അല്ലെ? അതൊരു വലിയ കുറ്റമാണ്. പലർക്കും അറിയില്ല. നിങ്ങൾക്കറിയോ ഇത് ഉപയോഗിച്ചുകൊണ്ട്? നമ്മളൊക്കെ മൊബൈൽ ഫോൺ കമ്പ്യൂട്ടർ ഇന്റർനെറ്റിൽ ഉപയോഗിക്കുന്നവരാണ്. ഞാൻ ഇത് ഉപയോഗിച്ചുകൊണ്ട് അറിയാതെ ഒരു തെറ്റ് പറ്റിപ്പോയാൽ എന്റെ അടുത്തേക്ക് ഒരു അശ്ലീല വീഡിയോ, ഒരു കുട്ടിയുടെ അശ്ലീല വീഡിയോ ആരോ അയച്ചു എന്റെ ഫോണിലേക്ക് വന്നു, അല്ലെങ്കിൽ ഞാൻ അത് സെർച്ച് ചെയ്തു, എനിക്കത് ശിക്ഷ കിട്ടുന്നറിയോ? അറിയോ? അല്ലെങ്കിൽ ഞാൻ മൊബൈൽ ഫോൺ വാട്സാപ്പിൽ എന്തെങ്കിലും വേണ്ടാത്ത മെസ്സേജ് അയച്ചു, മെസ്സേജ് കിട്ടുന്നറിയോ? നിയമത്തെ കുറിച്ചുള്ള അറിവില്ലായ്മ സൈബർ കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള കാരണങ്ങൾ അതിന്റെ ഞാൻ തരാം. വേറെ കാരണം എന്തിന്റെയെങ്കിലും വരവാണോ നമ്മുടെ നാട്ടിൽ ഇത്തരം കുറ്റകൃത്യങ്ങൾ കൂടാനുള്ള കാരണം? സ്മാർട്ട് ഫോണിന്റെ വരവ്
വാട്സാപ്പ് ഉപയോഗിക്കാത്തവരുണ്ടോ? എല്ലാവരും വാട്സാപ്പ് ഉപയോഗിക്കുന്നുണ്ട്. സ്മാർട്ട് ഫോണിന്റെ വരവ് സൈബർ ഇന്റർനെറ്റിനെ കൂടാനുള്ള കാരണങ്ങളൊന്നാണ്. നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായി മൊബൈൽ ഫോൺ മാറിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ തെറ്റുണ്ടോ? ഇത്രയും കാലം നമ്മൾ പറഞ്ഞു നമുക്ക് പഞ്ചേന്ദ്രിയങ്ങളാണ്, 5 ഇന്ദ്രിയങ്ങളേ ഉള്ളൂ. 6ാമത്തെ ഇന്ദ്രിയമായി മൊബൈൽ ഫോൺ മാറിയിരിക്കുന്നു. നമുക്ക് ആർക്കെങ്കിലും ഷർട്ടിടാൻ പറഞ്ഞാൽ മൊബൈൽ ഫോൺ എടുക്കാൻ പറഞ്ഞു. ഓട്ടോറിക്ഷ വിളിച്ചിട്ട് പോയി എടുത്തിട്ടുണ്ട്, എടുക്കാതെ വരുവാ. എടുക്കാതെ വന്നു ടെൻഷനായി, BP കൂടും. ചില ആൾക്കാർക്ക് വീട്ടിൽ വെച്ച് കഴിഞ്ഞാൽ ഭാര്യ കാണുമെന്നെ പേടിയാണ്. ഇതാമത്തെ നോക്കിട്ട് കഴിഞ്ഞാൽ പോയി അങ്ങനെ വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. ഒരുപാട് ആൾക്കാർ അങ്ങനെയുണ്ട്. ആരപ്പാട് മനസ്സിലാവും വീട് പോയാൽ അല്ലേ? നമ്മുടെ ശരീരത്തിന്റെ ഒരു ഭാഗമായി മൊബൈൽ ഫോൺ മാറിയിരിക്കുന്നു എന്നതാണ് സത്യം. നമുക്ക് അങ്ങനെ പെട്ടെന്ന് എടുത്തു കളയാനൊന്നും പറ്റില്ല. ഞാൻ മൊബൈൽ ഫോൺ ഇങ്ങനെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും മൊബൈൽ ഫോൺ ആണോ അങ്ങനെ ഉപയോഗിക്കാതിരിക്കില്ല. ഞാൻ പറയുകയില്ല നിങ്ങൾ ഉപയോഗിക്കാതിരിക്കുന്നത്. മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഇല്ലാത്ത ഒരു കാലഘട്ടത്തിനെ കുറിച്ച് ഇനി നമുക്ക് ചിന്തിക്കാൻ പോലും സാധിക്കുകയില്ല. ശാസ്ത്രം ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുണ്ടെങ്കിലും മനുഷ്യ മനസ്സാക്ഷിക്ക് അടുത്ത കാലത്ത് ഏറ്റവും കൂടുതൽ ആഴത്തിലും വ്യാപ്തിയിലും സ്വാധീനിച്ച വിപ്ലവകരമായ കണ്ടുപിടുത്തം ഏത് എന്ന് ചോദിച്ചാൽ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം മൊബൈൽ ഫോണിന്റെ കണ്ടുപിടുത്തമാണ് അല്ലെ. ഒരുപാട് സാധനങ്ങൾ പോയി, റേഡിയോ പോയി, വാച്ച് പോയി, ടൈംപീസ് പോയി, കാൽക്കുലേറ്റർ പോയി, ക്യാമറ പോയി, ടോർച്ച് പോയി അല്ലെ. എന്തെല്ലാം സാധനങ്ങൾ പോയി എന്ന് മൊബൈൽ ഫോണിന്റെ കാര്യങ്ങൾ പോയി. നമ്മളാരും ഇത്തരം വീഡിയോകളൊക്കെ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ ശക്തമായ നിയമമാണ്. ഒരു ഇളവും ഇല്ല ഇന്ന്. ഐടിഐ പോക്സോ പോലുള്ള നിയമങ്ങളാണ് ഇല്ല. ഇന്നത്തെ മൊത്തത്തിൽ ബോംബെ ഹൈക്കോടതിയിൽ പ്രസ്താവന നടത്തിയതാണ് അല്ലെ. അതൊന്നും ഒരിക്കലും നമുക്ക് അങ്ങനെ ചെയ്തത് അത് ചെയ്യാൻ പറ്റില്ല എന്ന് മുംബൈ ഹൈക്കോടതി അല്ലെ ഇന്നത്തെ പറയുന്നതെങ്കിലും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നിലവിലുള്ള പോക്സോ ആക്ട് പ്രകാരം ശക്തമായ നിയമങ്ങൾ വീടിന്റെ ഓപ്പറേഷൻ അറിഞ്ഞിരിക്കാൻ വേണ്ടി പറഞ്ഞു. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? യൂട്യൂബിലൊക്കെ സെർച്ച് ചെയ്യുന്നത് പോലും കുറ്റകരമാണ്. അത് പഠിക്കാൻ വേണ്ടിയിട്ടില്ല ഓപ്പറേഷനാണ് ബി ഫണ്ട് ഓപ്പറേഷൻ. അവർ 7 പോലീസ് വീട്ടിലേക്ക് പോയി പിടിക്കുന്ന ഒരു പരിപാടി നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത്തരം ഒരു കാരണവശാലും അത്തരം നിർബന്ധങ്ങൾ അതൊന്നും അത്തരം ഗ്രൂപ്പുകളിലൊന്നും കൂടരുത് എന്ന് ആദ്യം പറയുന്നു. ഞങ്ങൾ ആദ്യം അവിടെ പോകുമ്പോൾ ഒരു ഏകദേശം 60 വയസ്സായ ആളെയാണ് നമ്മൾ കാണുമ്പോൾ അദ്ദേഹത്തിന് ഫോൺ വാങ്ങുന്നു. നമുക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഉള്ള ഫോണാണ്. ആ വിവോ ഫോണാണ് ഉപയോഗിച്ച് പറയുന്നു. ഫോൺ നോക്കുമ്പോൾ ഒരുപാട് ഏകദേശം 65 GB ഇന്റേണൽ മെമ്മറിയിലുള്ള ആ ഫോൺ നിറച്ച് അശ്ലീല വീഡിയോ ആണ്. അദ്ദേഹം ഒരുപാട് ഗ്രൂപ്പുകൾ ഉണ്ട്. നമ്മൾ രാവിലെ 7 മണിക്ക് തുടങ്ങിയതാണ്. നോക്കുമ്പോൾ നമ്മളെല്ലാം ഗുഡ് മോർണിംഗ് മെസ്സേജ് വരുന്നത് എങ്ങനെയാണ്? ദൈവത്തിന്റെ ഫോട്ടോ വെച്ച് അല്ലെങ്കിൽ കപ്പിന്റെ പൂവിന്റെയൊക്കെ ഫോട്ടോ വെച്ച് ഗുഡ് മോർണിംഗ് രാവിലെ വരാറുണ്ട്. പക്ഷെ ഇതിൽ വരുന്ന ഫോട്ടോകളൊക്കെ അശ്ലീല ഫോട്ടോകൾ എന്ന് പറയും. ഒരാളെ ഇത് മാത്രമേ അയച്ചു അത്തരം രൂപ. അപ്പൊ അദ്ദേഹത്തിന്റെ 65 GB നിറച്ച് അശ്ലീല വീഡിയോകളും ഫോട്ടോകളുമാണ്. അത് പരിശോധിക്കുന്ന സമയത്ത് അതിനകത്ത് ഏകദേശം 7-8 കുട്ടികളുടെ ഇദ്ദേഹം അത് നോക്കി കഴിഞ്ഞു. പക്ഷെ കുട്ടികളുടെ സെക്ഷൽ വീഡിയോ അതിനകത്ത് അയച്ചു. അദ്ദേഹം ഏകദേശം ഇപ്പൊ അത് ചെയ്യുന്നത് വാട്സപ്പ്, ഇൻസ്റ്റാഗ്രാം പോലെയുള്ള ചില ഗ്രൂപ്പുകൾ ത്രൂവാണ് ഇത്തരം മെസ്സേജുകൾ ചെയ്യുന്നത്. അതാണ് ഇപ്പോൾ ചെയ്യുന്നില്ല. പിന്നെ ഇത് അപ്ലോഡിംഗ് പ്രശ്നം ഇന്ത്യയിലെ അപ്ലോഡിംഗ് കുട്ടികൾ വിദേശ രാജ്യങ്ങളിൽ പുതിയ സിനിമയോ മറ്റു കാര്യങ്ങളോ അപ്ലോഡ് ചെയ്യുന്ന കുട്ടികളല്ല, ഡൗൺലോഡ് കുട്ടികളല്ല. ഇന്ത്യയിൽ പ്രശ്നം ചെയ്യുന്നത് പലപ്പോഴും പൈസ അയക്കുന്ന സമയത്ത് ചിലപ്പോൾ പൈസ വരാനായിട്ട് ഡിലേ വരും. ഡിലേ വരുന്ന സമയത്ത് ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പൈസ കിട്ടിയിട്ടാന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിൾ പേ, ഗൂഗിളിൽ നമ്മൾ അടിക്കണം. ഗൂഗിൾ പേ കസ്റ്റമർ കെയർ അടിക്കും. ഗൂഗിൾ പേ കസ്റ്റമർ നമ്പർ ഏതെങ്കിലും ചോദിക്കുമ്പോൾ കിട്ടുന്ന ആദ്യം കാണുന്ന എല്ലാ നമ്പറും ഫേക്കാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഗൂഗിളിൽ പോയി ഗൂഗിൾ പേയുടെ കസ്റ്റമർ കെയർ എടുത്തിട്ട് വിളിക്കരുത്. അതിൽ വിളിച്ചിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ശ്രീനാഥ് 10,000 രൂപ അയച്ചു കൊടുത്തു, അയാൾ കിട്ടിയിട്ടാണെന്ന് പറയുന്നത് നിങ്ങൾ പറയുന്നത്. അപ്പൊ അവർ പറയും ഓഫീസർ ഞാൻ ഒരു OTP അയച്ചാൽ OTP പറഞ്ഞതാണ്. OTP അയച്ചു നിങ്ങളുടെ കയ്യിൽ ബാക്കി പൈസ പോയാൽ. അതുകൊണ്ട് ഒരു കാരണവശാലും കസ്റ്റമർ കെയർ വിളിക്കരുത്. ഗൂഗിൾ പേ ആ കാണുന്ന എല്ലാ നമ്പറും. മറ്റൊന്ന് വാട്സപ്പിൽ പുതിയതായി തുടങ്ങിയ പരിപാടിയാണ് മണി ട്രാൻസ്ഫർ. ഇതിലാണെങ്കിൽ അതിൻ്റെ പരാതികളൊന്നും ഇതുവരെ വന്നത് പുതിയ സംരംഭമായതുകൊണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതുകൊണ്ട് പറയുമെങ്കിൽ
വരാനുള്ള ഡിലേ വരുന്ന സമയത്ത് ഉടൻ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പൈസ കിട്ടിയില്ല എന്ന് ഞാൻ പറയുമ്പോൾ നിങ്ങൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിളിൽ നമ്മൾ അടിക്കണം. ഗൂഗിൾ പേ കസ്റ്റമർ കെയർ അടിക്കും. ഗൂഗിൾ പേ കസ്റ്റമർ നമ്പർ ഏതെങ്കിലും ചോദിക്കുമ്പോൾ കിട്ടുന്ന ആദ്യം കാണുന്ന എല്ലാ നമ്പറും ഫേക്കാണ്. ഒരു കാരണവശാലും നിങ്ങൾ ഗൂഗിളിൽ പോയി ഗൂഗിൾ പേയുടെ കസ്റ്റമർ കെയർ എടുത്തിട്ട് വിളിക്കരുത്. അതിൽ വിളിച്ചിട്ട് നിങ്ങൾ പറയുന്നത് ഞാൻ ഇങ്ങനെ ശ്രീനാഥ് 10,000 രൂപ അയച്ചു കൊടുത്തു, അയാൾ കിട്ടിയില്ല എന്ന് പറയുന്നത് നിങ്ങൾ പറയും. അപ്പോൾ അവർ പറയും ഓക്കെ സാർ, അത് ഞാൻ ഒരു OTP അയച്ചു, ആ OTP പറഞ്ഞതാണ് OTP അയച്ചു കൊടുത്തു, നിങ്ങളുടെ കയ്യിൽ ബാക്കി പൈസ ഇല്ല. അതുകൊണ്ട് ഒരു കാരണവശാലും കസ്റ്റമർ കെയർ വിളിക്കരുത്. ഗൂഗിൾ പേ ആ കാണുന്ന എല്ലാ നമ്പറും. മറ്റൊന്ന് വാട്സപ്പിൽ പുതിയതായി തുടങ്ങിയ പരിപാടിയാണ് മണി ട്രാൻസ്ഫർ. ഇതിലാണെങ്കിൽ അതിൻ്റെ പരാതികൾ ഇവരെ വന്ന് പുതിയ സംരംഭമായതുകൊണ്ട് ഗൂഗിൾ പേ ഉപയോഗിക്കുന്നതുകൊണ്ട് തന്നെ പലരും അതിൽ പോയില്ല. അതിനെക്കുറിച്ച് പരാതികളൊന്നും വന്നതായി പറഞ്ഞ സ്വരം കടുപ്പിച്ച് പറഞ്ഞാൽ മനസ്സിലായി സംഭവം പ്രശ്നമാവുക. പിന്നെ ഞാനത് കെട്ടി മേടിച്ചു. ഇന്ന് രാവിലെ വീണ്ടും കൊണ്ട് വളരെ കളിക്കാൻ പറഞ്ഞു. അപ്പോൾ സംഭവം അടുത്ത കൂട്ടുകാരനെ ഞാൻ വിളിച്ചു. അടുത്ത കൂട്ടുകാരനെ വിളിപ്പോൾ അവൻ എന്നെ കോള് പ്രതീക്ഷിച്ചിരിക്കുകയാണ്. ആദ്യം വിളിച്ചവൻ ചെന്ന് പറഞ്ഞു, ചേട്ടാ ഇങ്ങനെ ഒരു സംഭവമുണ്ട്, സൈബർ സിറ്റിയിൽ നിന്ന് പറഞ്ഞു വിളിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു നീ പേടിക്കണ്ട, ഈ മേലിൽ താമസിക്ക് സൗഹൃദമായി ഫേസ്ബുക്കിലോ വാട്സാപ്പിലോ ഇൻസ്റ്റഗ്രാമിലോ സൗഹൃദമായി അരമണിക്കൂർ കളിക്കുന്നത് ഞാൻ പറയാം. ഇന്ന് വന്നപ്പോഴും 2 പിള്ളേരെ വിളിച്ചിട്ടുണ്ട്. കേരള പോലീസ് സൈബർ കുറ്റകൃത്യ അന്വേഷണങ്ങളിൽ വളരെ മുൻപന്തിയിലാണ്. കേരള പോലീസ് സഹായിക്കാൻ സൈബർ ഡോം എന്ന് പറയുന്ന ഒരു പബ്ലിക് പ്രൈവറ്റ് വെഞ്ചർ നടത്തുന്നുണ്ട്. ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ പിടിക്കുന്നുണ്ട്. ഏതായാലും പഠിപ്പിക്കുന്ന അധ്യാപകരും അയച്ചു കൊടുക്കുന്ന കുട്ടികൾക്ക് അയച്ചു കൊടുക്കുന്ന പറയുന്നത് സമൂഹത്തിന് അറിയപ്പെടുന്ന ഒരാൾ ഞങ്ങളെടുത്ത് വന്നത് നമ്മൾ വന്നിട്ട് കാരണവശാലും പൈസ കൊടുക്കരുത്, നമുക്ക് നോക്കാം, പരമാവധി നീട്ടിക്കൊണ്ടുപോകാൻ പറ്റുന്ന നീട്ടിക്കൊണ്ടുപോകാം അവരോട് പറഞ്ഞിട്ട്. ആദ്യം ഇങ്ങനെ ഒരു കെണിയും പെട്ടു കഴിഞ്ഞാൽ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫേസ്ബുക്ക് ആണോ ഇൻസ്റ്റഗ്രാം ആണെങ്കിൽ നമ്മൾ പ്രൊഫൈൽ ലോക്ക് ചെയ്യുക. നമ്മുടെ അക്കൗണ്ടിലുള്ള ഡീറ്റെയിൽസ് ഇവർ ആദ്യം ചെയ്യുന്നതാണ്. നമ്മളെ ഫേസ്ബുക്കിലുള്ള മുഴുവൻ ആൾക്കാർക്കും എടുക്കും. അല്ലെങ്കിൽ നമ്മുടെ ഫോണിലാണെങ്കിൽ ഫോണിൽ മുഴുവൻ കോൺടാക്ട് SP ഉണ്ടാവും, കളക്ടർ ഉണ്ടാവും, എല്ലാവരെയും കോൺടാക്ട് ചെയ്തിട്ട് അവർക്കൊക്കെ അയച്ചു കൊടുക്കുകയായിരുന്നു. ഏതായാലും അത് ചെയ്തത് ഏതായാലും ഈ നാട്ടുകാരനാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ. അദ്ദേഹം ഏതായാലും 9th ക്ലാസ് പഠിക്കുന്ന കുട്ടികൾക്ക് കുറച്ച് പേർക്ക് അയച്ചു കൊടുത്തു ഓൾറെഡി. അതിൻ്റെ മുകളിലുള്ള അന്വേഷണം നടക്കുന്ന ദിവസങ്ങളിൽ നല്ല ഒരു റിസൾട്ട് വരും. ഇതേപോലെ തട്ടിപ്പ് നടക്കണം. ഇതൊന്നും ഇത് അദ്ദേഹത്തോട് ചാറ്റ് ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞ ശേഷം മറ്റൊരാൾ ചെയ്യുന്നതാണ് വീഡിയോ കോളിംഗ് വരുന്നു. ഈ കാരണവശാലും വെറുതെ വരുന്ന വീഡിയോ കോളിംഗ് എടുക്കരുത്. വീഡിയോ കോളിംഗ് ഒന്നിൻ്റെ എടുത്തു. അപ്പോൾ അവിടുന്ന് പറയുന്നു ഈ സ്ത്രീയാണ് പറയുന്നു, മുഖം കാണുന്നില്ല, കുറച്ചുകൂടി കറക്റ്റ് പിടിക്കുമ്പോൾ അവിടെ കാണുന്നത് ഒരു നെയ്ക്കിളായ ഒരു സ്ത്രീ നിൽക്കുന്ന ഫോട്ടോ ആണ് അവിടെ കണ്ടത്. ഉടൻ തന്നെ അവർ കട്ടാക്കി ചെയ്തു. പിന്നെ വന്നത് ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്തു. അതായത് ഇദ്ദേഹം നോക്കുന്നു, അവിടെ ഒരു വീഡിയോ കോളിംഗ് കാണുന്നില്ലേ, നെയ്ക്കിളായ ഇവരുമായിട്ട് ഒരു ചാറ്റ് ചെയ്യുന്ന സ്ക്രീൻഷോട്ട് ഒറ്റ ജസ്റ്റ് ഒന്ന് നോക്കിയതില്ല. ഇത് വെച്ചിട്ടാണ് ഇപ്പോൾ വില വേശം സൈബർ ചതിക്കുഴി. ഞാൻ ആദ്യം പറഞ്ഞു, ആരെങ്കിലും സൈബർ ചതിക്കുഴിയിൽ പെട്ടിട്ടുണ്ടോ? ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഭാഗ്യവാന്മാരാണ്. ഏത് സമയവും നമ്മൾ ചതിക്കുഴിയിൽ പെടാം. നമ്മുടെ ഗുഡ്വില്ലിനെ ബാധിക്കും. സത്യം നമുക്ക് ഇത്രയും ഉണ്ടാക്കിയാൽ ഒറ്റ നിമിഷം മതി തകർന്നു. അതുകൊണ്ട് ഇതുപോലെയുള്ള മണി ട്രാപ്പുകൾ നടക്കുന്നുണ്ട്. ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ആരെങ്കിലും പരിചയപ്പെടുന്നുണ്ടെങ്കിൽ ഫിലിപ്പീൻസുകാരാണോ അധികം ചെയ്യുന്നത്. ഫിലിപ്പീൻസുകാരികളോ നിങ്ങൾ ചാറ്റ് ചെയ്യും, പെട്ടെന്ന് നമ്മൾ കേൾക്കും. ഒരാൾ ഹലോ വരുമ്പോൾ കിട്ടി, നല്ല സ്റ്റൈൽ നമ്മളോട് ഹലോ ചെയ്യുമ്പോൾ ഇതായിട്ട് നമ്മളോട് ഹലോ ചെയ്യും, ഫ്രണ്ട്സ് റിക്വസ്റ്റ് അയച്ചോ, അത് ആക്സെപ്റ്റ് ചെയ്ത് പിന്നെ ചാറ്റിങ്ങിലൂടെ ചാറ്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നത് തന്നെയാണ്. അവർ മെല്ലമെല്ലയായിട്ട് സ്റ്റെപ്പായിട്ട് ബ്രേക്കിലേക്ക് പോകുന്നു. ഇദ്ദേഹം ഇതെല്ലാം ചെയ്യുമ്പോൾ ഇത് റെക്കോർഡ് ചെയ്ത് പൈസ ഒരുപാട് സുഹൃത്തുക്കൾ ചതിപ്പിടിക്കുന്നത്. അതുകൊണ്ട് മണി ട്രാപ്പ് ശ്രദ്ധിക്കണം. കഴിഞ്ഞ ദിവസം മറ്റൊരു പരാതി സ്റ്റേഷനിൽ വന്നത് ലോൺ ക്രൈംബ്രാഞ്ചിന് കൈമാറി പോലീസ്. ഓൺലൈൻ തട്ടിപ്പിൽ മറ്റൊന്ന് ലോൺ തരുന്നത് 3000 രൂപ തരാം, 7 ദിവസം കഴിയുമ്പോൾ 3500 അടക്കണം. എടുത്ത് 3000.
വെറുതെ കിട്ടുന്നത് 3000 ആദ്യം തന്നെ വാങ്ങിച്ചു. 7 സമയം 3000 വാങ്ങിച്ചു. എട്ടാമത്തെ പ്രാവശ്യം 3000 വാങ്ങിച്ചു. പിന്നെ പറഞ്ഞു 5000 എടുത്തു. അവരിങ്ങോട്ട് 5000 എടുത്തു. ഏകദേശം 6000 തിരിച്ചടച്ചു. പിന്നെ 10,000 തരുന്നു. തിരിച്ചടക്കാനാവുന്നില്ല. അപ്പോൾ അവരെന്ന് പറയുന്നു ഈ ആപ്ലിക്കേഷനിൽ പോയി വാക്ക് എടുത്തു. അവിടെ നിന്ന് അവിടെ പോയി ആളുകൾ എടുത്ത് ഇവിടെ പോയി 15,000 എടുത്തു. അതിലൊന്നും ആളുകൾ തന്നെ എടുത്തിട്ട് അവിടെ പോയി. പുതിയതരം തട്ടിപ്പാണ്. ഓൺലൈൻ ലോൺ കൊടുക്കുന്ന പരിപാടി. അവസാനം അദ്ദേഹത്തിന് ആ കിട്ടിയത് 15-20 കിട്ടിയില്ല. കയ്യിൽ കിട്ടിയിട്ട് 5.5 ലക്ഷം രൂപ അടച്ചു. കാസർഗോഡ് ചെങ്കള സ്വദേശിയുടെ കാര്യമാണ്. ചെങ്കളക്കാരൻ പറയുന്നത് ചെങ്കള നടന്ന ചെങ്കള പ്രദേശത്ത് നടന്ന ഒരു സംഭവമാണ്. ശ്രദ്ധിക്കണം. ആരെങ്കിലും വെറുതെ ഒരു സാധനം തിരഞ്ഞെടുത്ത് ഓൺലൈനിൽ പറയുന്നുണ്ടെങ്കിൽ തട്ടില്ല. വെറുതെ കിട്ടുന്നിടത്താണ് നമ്മളെല്ലാം പ്രത്യേകിച്ച് മലയാളികൾ എപ്പോഴും അതെ വെറുതെ കിട്ടുന്നിടത്ത് പോയിട്ട് നല്ലൊരു ടൗര് കടയിൽ 15 രൂപ ഉണ്ടെങ്കിൽ റോഡ് സൈഡിൽ 5 രൂപ അതുപോലെയുള്ള ചതിക്കുഴികളിൽ നമ്മൾ പെടരുത്. ഒരു കാരണവശാലും ലോൺ തരുന്നുണ്ടെങ്കിൽ അതിൽ പോയിട്ട് ഇത്തരം ലോൺ പരിപാടിക്ക് പോയത് SBIയിലോ അല്ലെങ്കിൽ കടൽ ബാങ്കിലോ പോയി ലോൺ എടുത്താൽ മതി. ഇങ്ങനെ പോയാൽ 5 ലക്ഷം രൂപ അയാൾ അടക്കേണ്ടി വന്നു. അയാളോട് ചെയ്തത് തന്നെയാണ് അദ്ദേഹത്തിന് മുഴുവൻ ഫോണിലെ മുഴുവൻ കോൺടാക്ട് ആയിട്ട് അവർക്ക് മുഴുവൻ അയച്ചിട്ടുണ്ടാവുന്നത്. ഭാര്യയും ഭാര്യയുടെ അച്ഛനും ഇങ്ങനെയാണ് വീഡിയോയും മെസ്സേജുകളൊക്കെ അയക്കുന്നത്. അപ്പോൾ അത്തരം ചതിക്കുഴികളിൽ നമ്മൾ ആരും പോയി വിടാൻ വേണ്ടി പാടില്ല. പ്രധാനപ്പെട്ട കുറേ പോയിന്റാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒന്ന് സൈബർ കുറ്റകൃത്യം എന്താണെന്ന് പറഞ്ഞത്, സൈബർ ചതിക്കുഴികളെ കുറിച്ച് പറഞ്ഞു. സൈബർ കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ IT ആക്ട് പ്രകാരമാണ് കേസെടുക്കുന്നത്. IT ആക്ട് പ്രകാരം കേസെടുത്തു കഴിഞ്ഞാൽ 3 വർഷം തടവും 1 ലക്ഷം രൂപ കഴിയുകയാണ്. ഏറ്റവും കൂടിയ ശിക്ഷ 5 കോടി രൂപയും ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റുമാണ് IT ആക്ടിലെ ശിക്ഷയായി പറയുന്നത്. അതുപോലെ വാട്സാപ്പ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും വാട്സാപ്പ് ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യം നടത്തുന്നതിന് എന്ത് ചെയ്യണം എന്ന കാര്യം ഞാൻ പറഞ്ഞു. ഫേസ്ബുക്ക് എന്താണെന്ന് പറഞ്ഞു. ഫേസ്ബുക്കിന്റെ ദൂഷ്യവശങ്ങളെ കുറിച്ചിട്ട് അത് ഉപയോഗിക്കുമ്പോൾ ഏത് രീതിയിൽ ശ്രദ്ധിക്കണം എന്ന കാര്യം പറഞ്ഞു. ഇൻസ്റ്റാഗ്രാമിനെ കുറിച്ച് പറഞ്ഞു. അതുപോലെ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ പറഞ്ഞു. ഒരു ഫയൽ ഡിലീറ്റ് ചെയ്താൽ അതിന്റെ ഡാറ്റകൾ അത് ഡിലീറ്റ് ആവുന്നില്ല എന്ന കാര്യം പറഞ്ഞു. ഹണി ട്രാപ്പ് ഇന്ന് നടക്കുന്ന ഹണി ട്രാപ്പിനെ കുറിച്ച് പറഞ്ഞു. ഓൺലൈൻ തട്ടിപ്പ് അതായത് ലോൺ തട്ടിപ്പിനെ കുറിച്ച് പറയുന്നു. അതുപോലെ സാധനങ്ങൾ വാങ്ങിക്കുന്നു. ലോട്ടറി അടിച്ചു നോക്കി മെസ്സേജുകൾ വരും. ATM നിങ്ങളോട് കഴിഞ്ഞ ദിവസം മിനിയാണ് പ്രതിയെടുക്ക ടൗണിലെ കാര്യമാണ് ഞാൻ പറയുന്നത്. അദ്ദേഹം പൂക്കച്ചവടക്കാരനാണ്. പ്രതിയെടുത്ത ബസ്സുകാരൻ പൂക്കച്ചവടം നടത്തുന്ന ആളാണ്. അദ്ദേഹത്തിന് ഒരു മെസ്സേജ് ഹിന്ദിക്കാരനാണ്. വാട്സാപ്പ് പട്ടാളത്തിന്റെ യൂണിഫോം ഇട്ട ആളാണ്. അദ്ദേഹത്തിന് എഴുതുന്നു മാലയുണ്ട്. മാല ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ അവനൊരു ഫോട്ടോ ഇങ്ങോട്ട് അയച്ചു. അപ്പോൾ അയാൾ നോക്കി പറഞ്ഞു ഇതെൻ്റെ കയ്യിലില്ല. അപ്പോൾ നിങ്ങളുടെ കയ്യിലെ ഫോട്ടോ അങ്ങോട്ട് അയച്ചു. 2 ഫോട്ടോ. അപ്പോൾ അയാൾ 2 മാലക്ക് 1500 രൂപയാണ്. പാവത്ത പറഞ്ഞു 1500. അപ്പോൾ തന്നെ ഇങ്ങോട്ട് അടുത്ത ഹിന്ദി അറിയുന്നതായി പ്രശ്നം. ഹിന്ദി അറിയാത്തവരെ തന്നെ കട്ടാക്കണം. അവരിങ്ങോട്ട് വിളിക്കുന്ന ഒരു 50 മാല വേണം. അപ്പം തന്നെ കാലത്തിനടുത്ത് കൂട്ടി 62,000 രൂപയാവും 65,000 രൂപയാവും. 50 മാലക്ക് നിങ്ങൾ അങ്ങോട്ട് എന്നാൽ പിന്നെ ഒരു ഗൂഗിൾ പേ അക്കൗണ്ട് തരാൻ പറ്റും. അപ്പം തന്നെ ഗൂഗിൾ പേ അക്കൗണ്ട് അത് കടയിൽ നിൽക്കുന്ന ഭാവത്തിൻ്റെ അക്കൗണ്ട് പോകും. അവർ പറഞ്ഞു ഞാനൊരു 5 രൂപ അങ്ങോട്ട് അയക്കുന്നുണ്ട്. കിട്ടുന്നുണ്ടോ നോക്കാൻ വേണ്ടി 5 രൂപ അയച്ചിട്ട് നോക്കുന്നു. അയച്ചു 5 രൂപ കിട്ടി. ഞാൻ വിളിച്ചു പറഞ്ഞു 5 രൂപ കിട്ടിയിട്ടുണ്ട്. ഓക്കെ എന്നാൽ പിന്നെ എനിക്ക് 10,000 രൂപ ഒരു OTP വന്നില്ലേ ഒന്ന് OTP അത് പറഞ്ഞു കൊടുത്ത് 10,000 രൂപ എൻ്റെ കയ്യിൽ നിന്ന് കടയിൽ നിൽക്കുന്ന ഈ പാവത്തിൻ്റെ കയ്യിൽ നിന്ന് മുമ്പ് കള്ളം തരുന്നതിൽ ഓർഡർ എടുത്തിട്ടും വാതിൽ എഴുതിപ്പിച്ചിട്ടുള്ളതാണ് കള്ളത്തല്ല. ഇവരിപ്പോൾ ഹരിയാനയിലും ഡൽഹിയിലും എഴുതിയിട്ട് നമ്മളെ നോക്കിയിട്ട് നമ്മൾ അവർ പൈസ എടുത്തിട്ട് സൈബർ ലോകം സൈബർ ചതിക്കുഴികൾക്കിടയിലാണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മളും അപകടത്തിൽ പെടാൻ സാധ്യതയുണ്ട് എന്ന കാര്യമാണ് പറയുന്നത്. അതുപോലെ ഗെയിം അങ്ങനെയൊക്കെ മക്കളുമാണ് ചിലപ്പോൾ ഗെയിം കളിക്കും. ശ്രദ്ധിക്കണം. ഗെയിമിന്റെ അടുത്ത വന്നൊരു പരാതി ഏകദേശം 60,000 രൂപ പോയ ഒരു പരാതിയാണ്. വീട്ടമ്മ വന്നിട്ട് പറയുന്നു എൻ്റെ അക്കൗണ്ട് 60,000 രൂപ പോയി. നമ്മളൊന്ന് ബാങ്ക് സ്റ്റേറ്റ്മെന്റ് കൊണ്ടാവും. അന്വേഷിക്കുന്ന സമയത്ത് മകൻ ഗെയിം കളിച്ചതാണ്. മക്കളോട് പറയണം ചില ഗെയിമുകൾ കളിക്കാൻ തുടങ്ങുമ്പോൾ അച്ഛൻ്റെ അക്കൗണ്ടാണ് ആദ്യം ചോദിക്കുന്നത്. ഇവൻ ആദ്യം അച്ഛൻ്റെ അക്കൗണ്ട് അടിച്ചു. അടുത്ത സ്റ്റെപ്പിലേക്ക് ഗെയിം കളിക്കണമെങ്കിൽ AK-47 മേടിച്ചേ പറ്റും. AK-47 മേടിച്ചാലേ അടുത്ത ഗെയിമിൽ പലരെയും വെടിവെച്ചിടാൻ പറ്റും. അപ്പോൾ തന്നെ AK-47 മേടിക്കണം എന്ന് പറയും. കൊടുത്തു ഓക്കെ AK-47 പൈസ. രണ്ടാമത്തെ വിഷയം കണ്ടു വേണം. അത് മറ്റേ ബോംബ് മറ്റേ ടാങ്കർ പട്ടാളത്തിന് ടാങ്കർ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് മേടിച്ചാലേ അടുത്ത ഗെയിം സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റും. കൊടുത്തു ഓക്കെ അച്ഛൻ്റെ കൂടെ പോയി ടാങ്കർ പൈസ
വെച്ചുപൊട്ടി. അവസാനം അച്ഛൻ ഹൗസിംഗ് ലോൺ കൊടുത്തിട്ട് ബാങ്കിലേക്ക് വന്ന് ലക്ഷങ്ങൾ 6.5 ലക്ഷം രൂപയാണ് പോയിട്ടാണ് എൻ്റെ ആരും അടിച്ചുമാറ്റി നോക്കുന്നത്. അടിച്ചുമാറ്റി കൊടുത്തത് മുതൽ ഇങ്ങനെ ചതിക്കുട്ടികൾ പെടുന്നുണ്ട്. ഏതായാലും ഓൺലൈൻ തട്ടിപ്പുകളിൽ പെട്ടുകഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഒരു കാരണവശാലും നാണക്കേട് തോന്നുന്നത് പൈസ പോയത് പുറത്തു വന്ന നാണക്കേടല്ലേ തോന്നിട്ട് ഉടൻ തന്നെ പരാതി കൊടുത്താൽ നമുക്ക് പരിഹാരം കാണാം. പലതും കിട്ടുന്നു. ആ സ്പോട്ടിൽ തന്നെ നീക്കങ്ങൾ നടത്തുകയാണെങ്കിൽ അത് തടഞ്ഞുവെക്കാൻ വേണ്ടി നമുക്ക് സാധിക്കുന്നത്. അതുകൊണ്ട് ചെയ്യേണ്ടത് എത്രയാണ് ഉടൻ തന്നെ പരാതി കൊടുത്തതിന് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഞാൻ കുറേ പോയിന്റുകൾ പറഞ്ഞു. കാഞ്ഞങ്ങാട് കാഞ്ഞങ്ങെടുത്താണ് വിചാരിച്ചില്ല. ഏതായാലും നിങ്ങൾക്ക് നല്ല സംശയങ്ങൾ ചോദിച്ചാൽ പോയിന്റുകൾ ഞാൻ പറഞ്ഞു പെട്ടെന്ന് പറഞ്ഞു ചെയ്താൽ ഒരു സംശയം വേണ്ട. നമ്മൾ നിങ്ങളെ വീട്ടിലേക്ക് വേറെ എവിടെയും പോയില്ല. ഇന്റർനെറ്റ് ഉപയോഗിക്കുമ്പോൾ അതിനൊരു മാന്യതയും മര്യാദയുണ്ട്. അത് പാലിച്ചേ അല്ലേ? നമ്മൾ ഫോണിൽ നിന്ന് നോക്കുന്നുണ്ടെങ്കിൽ ഒരു അക്കൗണ്ട് ആദ്യം ഇമെയിൽ അക്കൗണ്ട് കൊടുത്തിട്ടില്ലേ? സ്മാർട്ട് ഫോണിൽ യൂട്യൂബ് നോക്കുന്നത് ആ അക്കൗണ്ടിലാണ്. എന്ത് പർച്ചേസ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ അക്കൗണ്ട് എത്രത്തിനൊരു അക്കൗണ്ട് ഉണ്ട്. അതുപോലെ ഇന്റർനെറ്റ് പ്രോട്ടോകോൾ അഡ്രസ് ഉണ്ട്, IP അഡ്രസ് ഉണ്ട്. ആ IP അഡ്രസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പിടിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ നാളെ നിങ്ങളുടെ നാട്ടിൽ പോയിട്ട് അവർക്ക് ക്ലാസ് എടുക്കാൻ വേണ്ടിയിട്ട് മാസ്റ്റർ ട്രെയിനറായിട്ടാണ് ഞാൻ പറയുന്നത്. എന്റെ മുമ്പിലിരിക്കുന്നവരൊക്കെ മാസ്റ്റർ ട്രെയിനികളാണ്. ഇതാണ് പോയി പഠിക്കണം നമ്മുടെ കുട്ടികളാണ്. ഇന്റർനെറ്റ് IP അഡ്രസ് പോലീസിന്റെ കണക്ക് പ്രകാരം 83% രക്ഷിതാക്കൾ അവരുടെ മക്കൾക്കാണ് മൊബൈൽ ഫോണിലോ കമ്പ്യൂട്ടറിലോ ഇന്റർനെറ്റിലോ ഒന്നും ചെയ്യുന്നത് നോക്കുന്നില്ല. ഇപ്പൊ അതും കൂടി ഈ കോവിഡ് കാലം വന്നതിന് ശേഷം രക്ഷിതാക്കളൊക്കെ അല്പസമയം ഇതിനു വേണ്ടി സമയം കൊടുക്കണം. എന്നാൽ നമ്മുടെ നാട്ടിൽ ഒരു പരിധി വരെ ഇത്രയും കുറ്റകൃത്യങ്ങൾ വളർത്താൻ വേണ്ടി സാധിക്കും. അതുപോലെ നമ്മുടെ സാറിന്റെ പേര് എറണാകുളത്തെ പരിപാടിയിൽ പങ്കെടുക്കാൻ വേണ്ടി വന്നോ? കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വന്ന ആൾക്കാരാണ് എന്റെ മുന്നിലിരിക്കുന്നത്. ഞാൻ വിചാരിച്ചത് കാസർഗോഡ് പരിസരത്തുള്ളതാണ്. പത്തനംതിട്ട. ഓക്കെ, അപ്പൊ ഭാഷ മനസ്സിലാവുന്നുണ്ടോ? കാസർഗോഡ് ഭാഷ പറയുന്നതുകൊണ്ട് ക്ലിയർ ആവുന്നുണ്ടോ? നിയമത്തെ കുറിച്ച് അറിവില്ല. നിങ്ങൾക്ക് ആർക്കും അറിവിനെ പറ്റി ഇരിക്കുന്ന ഭൂരിപക്ഷം ആൾക്കാർക്കും ഈ ഇത്തരം ഉപകരണങ്ങൾ നമ്മുടെ കയ്യിൽ സാധനം ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യം ചെയ്താൽ എന്ത് ശിക്ഷ കിട്ടുമെന്ന് അറിയില്ല. നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കണം, മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ പോലീസ് പിടിക്കും. പോലീസ് പിടിച്ചു കഴിഞ്ഞാൽ IT ആക്ട് പ്രകാരം കേസെടുക്കും. ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് പ്രകാരം കേസെടുക്കും. IT ആക്ടിന്റെ ഇന്ന് ഇന്ത്യയിൽ നിലവിൽ ശക്തമായ നിയമങ്ങളിൽ ഒന്നാണ് ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട്. അതിൽ പറയുന്നു ഏറ്റവും ചെറിയ ശിക്ഷയായി പറയുന്നു 3 വർഷം തടവും 1 ലക്ഷം രൂപ കഴിയും. 3 വർഷം തടവും 1 ലക്ഷം രൂപ കഴിയും. എല്ലാ ദിവസവും മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിക്കുന്നു. എന്തെല്ലോ മെസ്സേജുകൾ വരുന്നു, അത് നമ്മൾ ഷെയർ ചെയ്യുന്നു. ഇൻസ്റ്റാഗ്രാമിൽ കളിക്കുന്നു, ഫേസ്ബുക്കിൽ കളിക്കുന്നു. ഇതൊക്കെ ചെയ്യുന്നു, നമുക്കറിയില്ല. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് കുറ്റകൃത്യം നടത്തുന്നത് IT ആക്ട് പ്രകാരം കേസെടുക്കും. IT ആക്ട് പ്രകാരം കേസെടുത്താൽ ഏറ്റവും ചെറിയ ശിക്ഷ 3 വർഷം തടവും 1 ലക്ഷം രൂപ കഴിയുകയാണ്. ഏറ്റവും കൂടിയ ശിക്ഷ 5 കോടി രൂപയും ലൈഫ് ലോങ് ഇംപ്രിസൺമെന്റുമാണ്. ആജീവനാന്ത ജയിൽവാസമാണ്. ഇത് ഉപയോഗിച്ചുകൊണ്ട് ആരെങ്കിലും തീവ്രവാദ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അവരെ കാണിക്കും വലിയ ശിക്ഷ. ആമുഖമായി എന്നൊന്നേ പറയാനുള്ളത്, ഇന്നത്തെ കാലത്ത് മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റും ഉപയോഗിച്ചുകൊണ്ട് ഒരു കുറ്റകൃത്യം ചെയ്തു കഴിഞ്ഞാൽ ഞങ്ങൾ പിടിക്കും. ഇതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ആണ്. മായ്ച്ചു കളയാൻ പറ്റില്ല. ഇന്ന് പത്തനംതിട്ടയിൽ നിന്ന് ഇവിടെ വന്ന് അല്ലെ, നാളെ ഒരു അന്വേഷണ ഭാഗമായിട്ട് പോലീസ് പറയുന്നു നിങ്ങൾ എവിടെയായിരുന്നു ഇന്ന് ചോദിക്കും. ഞാൻ പത്തനംതിട്ട ഉണ്ടായിരുന്നു ഒരു 10-15 കൊല്ലം മുമ്പ് പറയാം. പക്ഷെ ഇന്ന് പറയാൻ പറ്റുമോ? നമ്മുടെ മൊബൈൽ ഫോണിന്റെ ടവർ ലൊക്കേഷൻ പരിശോധിച്ച് കഴിഞ്ഞാൽ അതിലൊന്നും മാറ്റം വരുത്താൻ വേണ്ടി പറ്റില്ല. ഇതൊക്കെ ഡിജിറ്റൽ എവിഡൻസ് ആണ്. അതുകൊണ്ട് കളവ് പറയാൻ ഈ ലോകത്ത് ഇതൊന്നും ഉപയോഗിച്ച് നമുക്ക് കുറ്റകൃത്യം ചെയ്തിട്ട് കളവ് പറയാൻ വേണ്ടി നമുക്ക് സാധിക്കില്ല. നമ്മളൊക്കെ നല്ല രീതിയിൽ നല്ല ആവശ്യങ്ങൾക്ക് വേണ്ടി മൊബൈൽ ഫോണും കമ്പ്യൂട്ടറും ഇന്റർനെറ്റൊക്കെ ഉപയോഗിക്കണം. കാസർഗോഡ് ജില്ലക്കാർക്ക് അറിയാം. ഞാൻ തറപ്പിച്ച് പറയാൻ കാരണം ഇത് ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യം ചെയ്താൽ ഞങ്ങൾ പിടിക്കും എന്ന് പറയാൻ കാരണം നിങ്ങൾക്കറിയാം, ഇവിടുത്തെ പല പ്രമാദമായ കേസുകളും ശ്രദ്ധേയത്തിന് ശേഷം പരിധിയിൽ വെള്ളാമ്പലി സലാം ഹാജി എന്ന് പറഞ്ഞ വ്യവസായിയെ വീട്ടിനകത്ത് കയറി ശ്വാസം മുട്ടിച്ചു കൊന്നപ്പോൾ ആദ്യത്തെ ഒരാഴ്ച ഒരു തെളിവുണ്ടായില്ല. ഒരാഴ്ചക്ക് ശേഷം ഒരു ഫോൺ കോൾ വെച്ചുകൊണ്ട് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പോയി നേപ്പാളിന്റെ ബോർഡറിൽ പോയി 8 പ്രതികളെ കുറിച്ച് വന്നിട്ട് 7 പ്രതികൾക്കും ഇരട്ട ജീവപര്യന്തം വാങ്ങിച്ചു.
കാസർഗോഡ് കുള്ളൂർ ബാങ്കിൽ പട്ടാപ്പകല് കോടികളുടെ സംഭവം പണവും കൊണ്ടുപോയപ്പോൾ 1 മാസം എടുത്തെങ്കിലും മുഴുവൻ പ്രതികളെയും പണവും സ്വർണവും തിരിച്ചു പിടിക്കാൻ നമുക്ക് സാധിച്ചു. ചെറുപ്പത്തിൽ വിജയാബാങ്കിൽ കോടികളുടെ സംഭവം പണമാകും പോയത്. കേരളത്തിന്റെ ചരിത്രത്തിൽ അപൂർവമായ സംഭവം നടത്തി 72 മണിക്കൂർ പൂർത്തിയാവുന്നതിന് മുമ്പേ ഒരു തരി സ്വർണം പോലും നഷ്ടപ്പെടാതെ മുഴുവൻ സ്വർണവും മുഴുവൻ പണവും തിരിച്ചു പിടിച്ച് ഇന്ന് ആ പ്രതികൾക്ക് 10 വർഷം തടവും 75 ലക്ഷം രൂപ കഴിയും വാങ്ങിച്ചു കൊടുക്കുവാനും കാസർഗോഡ് പോലീസ് സാധിച്ചത് ഇത്തരം ശാസ്ത്രീയമായ അന്വേഷണമാണ്. സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അന്വേഷണം നടത്തുന്നത്. അതുകൊണ്ട് ഞാൻ ഇന്നലെ അവിടെ പോയില്ല, വണ്ടി ചെക്ക് ചെയ്യാനൊന്നും പറ്റില്ല. അതുകൊണ്ടാണ് പറയുന്നത് ഇത് ഉപയോഗിക്കുന്നവർ മാന്യമായി ഉപയോഗിക്കണം. ആമുഖമായിട്ട് നമ്മളിത് ഉപയോഗിക്കുന്നുണ്ട്, അത് പറഞ്ഞു തരുന്നു. എനിക്ക് നമ്മൾ നവമാധ്യമങ്ങളിലേക്ക് പോകാം. വാട്സപ്പ് എല്ലാവരും വാട്സപ്പ് ഉപയോഗിക്കുന്നവരാണ്. നല്ല ഒരു നവമാധ്യമമാണ് വാട്സപ്പ്. ഇപ്പൊ ഞാൻ ഈ പരിപാടികൾ ഇന്ന് രാവിലെ മുതൽ നടക്കുന്ന പരിപാടികൾ പലരും ഫോട്ടോ എടുക്കുന്നത് കണ്ടു. ഇതൊക്കെ വാട്സപ്പിൽ ചിലപ്പോൾ അമേരിക്കയിലും ലണ്ടനിലും എത്തിയിട്ടുണ്ടോ? നിങ്ങളുടെ ബന്ധുക്കളെല്ലാം കണ്ടിട്ടുണ്ടാവും, ഉണ്ടാവില്ലേ? ചെറിയ ആൾക്കാർ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ടാവും. ഇപ്പൊ തന്നെ 500 ആളുകളാണ് ചെയ്യുന്നത്. ഇന്നിങ്ങനെ ഒരു പരിപാടി നടക്കുന്നു, ഓരോ സംഗീക്കുന്നു, അനുമോദനം നടക്കുന്നു. അല്ലെ, ദ്രുതഗതിയിൽ ഇത്തരം വാർത്തകളും മറ്റും പാസ് ചെയ്യാൻ പറ്റിയ ഏറ്റവും നല്ല നവമാധ്യമങ്ങളിൽ ഒന്നാണ് വാട്സപ്പ്. എല്ലാവരെയും മനസ്സിലാക്കിക്കൊണ്ട് വാട്സപ്പ് നേടിക്കൊണ്ടിരിക്കുന്നു. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഒരു പരാതിയെങ്കിലും ഒരു ദിവസം ഒരു പോലീസ് സ്റ്റേഷനിൽ വരുന്നുണ്ട് വാട്സപ്പുമായി ബന്ധപ്പെട്ട്. ഏറ്റവും ഒടുവിൽ വാട്സപ്പിൽ ചില പ്രൈവസി പോളിസിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള തർക്കങ്ങൾ നടക്കുന്നു. വാട്സപ്പിൽ നിന്ന് പിന്മാറുന്നു, പ്രശ്നമൊന്നുമില്ല എന്ന് പറയുന്നു. അതിലേക്കൊക്കെ നമുക്ക് വരാം. വാട്സപ്പുമായി ബന്ധപ്പെട്ട പൊതുവായ കാര്യങ്ങൾ അറിയാം. വാട്സപ്പിന്റെ പ്രധാന ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആരെങ്കിലും നിന്ന് പറഞ്ഞാൽ അപ്പം തന്നെ ഷെയർ ചെയ്യുന്നത്. അല്പം നമ്മൾ ബുദ്ധി ഉപയോഗിക്കുക. വീട്ടിൽ നിന്ന് ഭാര്യ തക്കാളി മേടിച്ചുകൊണ്ടിരാൻ പറഞ്ഞാൽ നേരെ പോയി തക്കാളി മേടിച്ചിട്ട് പോകും. ഇല്ലെങ്കിൽ കുത്തുണ്ട്, കേടുണ്ട്, എത്ര തലങ്ങളിലെ കിഴങ്ങെടുത്ത് നമ്മൾ ഓരോ ഇങ്ങനെ തക്കാളികൾ വാരി എടുത്തല്ല, ഓരോ തക്കാളി 10 രൂപ കിലോ കിലോയിൽ നമ്മൾ ഓരോന്നും എടുത്ത് നോക്കി ചെയ്തിട്ടുണ്ടോ? കാരണം നമ്മൾ ലോജിക്ക് വരും അല്ലെ. 5 രൂപയുടെ ലെക്സി പെന്ന് മേടിച്ചാൽ നമ്മൾ പെന്ന് പരത്തി നോക്കിയിട്ട് നമ്മൾ പോയി അല്ലെ. നേരെ കുറച്ച് വാട്സാപ്പിൽ ഓന്ന വിശ്വായാണ് വള്ളാതെ യേശു ക്രിസ്തുവിന്റെ മെസ്സേജ് നിങ്ങൾ 100 പേർക്ക് അയച്ചാൽ നിങ്ങൾക്ക് വാട്സാപ്പ് ഒരു രൂപ എന്ന് പറയുമ്പോൾ ഒന്നും നോക്കണം, അത്ര തന്നെ ഷെയർ ചെയ്യുന്നുള്ള എന്നിട്ട് നോക്കും 1 രൂപ വന്നു. കളന്ന് ലോജിക്കുള്ളിലേക്ക് 10 വയസ്സായ ഒരു കുട്ടി പിന്നെ ഒഴുങ്ങിയിട്ടുണ്ട്. ഈ മെസ്സേജ് നിങ്ങൾ 100 പേർക്ക് അയച്ചാൽ വാട്സാപ്പ് ആ കുട്ടിക്ക് 1 രൂപ കൊടുക്കും. നിങ്ങളിങ്ങനെ ഷെയർ ചെയ്യുന്നതിനനുസരിച്ച് 1 രൂപ കുട്ടിക്ക് ഇന്ന് ഒരു ഏതെങ്കിലും കുട്ടിക്ക് വാട്സാപ്പ് കൊടുക്കും. എന്നാണ് നമ്മൾ ഷെയർ ചെയ്യുന്നത്. ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ ഉടൻ തന്നെ ഷെയർ ആ പരിപാടി നമ്മൾ ഉണ്ടാവും. നമ്മൾ ലോജിക്ക് അല്പം വേണം. ആരെങ്കിലും ഇന്ന് വരെ ഫസ്റ്റ് ഷെയർ ചെയ്ത് ഫസ്റ്റ് പ്രൈസിലേക്ക് ആരെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ സത്യസന്ധമല്ലാത്ത വാർത്തകൾ ഷെയർ ചെയ്യും. ഈ സൈബർ ലോകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം മോഹൻലാല് ദേവാസത്തിൽ പറയുന്നത് അല്ലെ, ചെയ്തുണ്ടാക്കുന്നത് ചെയ്യാനും ഒരു ഡയലോഗില്ല മോഹൻലാലിന്റെ കണ്ടുപിടാത്ത ഇത് വളരെ സജീവമായി ഉപയോഗിച്ചുകൊണ്ട് കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷെ അതൊരു പരിധിവരെ പിടിക്കാൻ വേണ്ടി സാധിക്കുന്നു. പക്ഷെ അതൊരു വലിയ പ്രോബ്ലം തന്നെയാണ്. സാധാരണ ഈ IP അഡ്രസ് എല്ലാം വേറെ രാജ്യങ്ങൾ ഡിയോഡ്രന്റുകൾ ഉപയോഗിക്കുന്ന ഒരാളെ സെക്സിന് ക്ഷണിക്കാനാണെന്നാണ് ചില പരസ്യങ്ങൾ അനുസരിക്കുന്നത്. നിങ്ങൾക്കൊന്നും ബോയ്ഫ്രണ്ടും ഗേൾഫ്രണ്ടും ഇല്ല, നിങ്ങളൊന്നും ഒന്നിനും കൊണ്ടുവരില്ല. അതുപോലെ ബോയ്ഫ്രണ്ടിനും ഗേൾഫ്രണ്ടിനും ഉണ്ടാക്കും. രാത്രി 9 മണി കഴിഞ്ഞാൽ ആരോട് എന്ത് ചാറ്റിക്കോ എന്തും കാണിച്ചു കൊടുത്തോ ഞങ്ങൾ ഓഫർ തരാമെന്ന് പറയുന്ന മൊബൈൽ കമ്പനികൾക്കിടയിലുമാണ് ഇതൊക്കെ നടക്കുന്നത്. നമ്മളുടെ മക്കളുടെ ജീവിതവും സുഖവും നാം തിരിച്ചറിയുക. നാളെ മുതൽ നമ്മുടെയൊക്കെ മക്കളെന്ന് രാവിലെ എഴുന്നേറ്റ് പണി നയിക്കുന്നത് അമ്മക്കൊരു പൊന്നും നൽകാനും അച്ഛന്റെ ചെവിയിൽ എല്ലാവരും പറയാനും ആവട്ടെ. ഇവരെ സാങ്കേതിക വിദ്യ അഭ്യസിക്കുന്നത് പോലെ തന്നെ അതിന്റെ ദുരുപയോഗവും തടയേണ്ട ബാധ്യത നമുക്കുണ്ട്. ആ ബാധ്യത ഏറ്റെടുത്തുകൊണ്ട് സുസ്ഥിരവും സമാധാനപൂർവ്വമായ ഒരു നല്ല നാളെ യാത്ര ആശംസിച്ചുകൊണ്ട് ഇത്രയും സമയം ഇങ്ങനെ ഒരു ക്ലാസ്സിന് അവസരം നൽകിയ ഈ ക്ലാസ്സിന് നേതൃത്വം നൽകിക്കൊണ്ടിരിക്കുന്ന ഭാരത ഹ്യൂമൻ റൈറ്റ്സ് എക്സിബിഷന്റെ അണിയറിയുന്ന എല്ലാ നേതാക്കളും ഈ ക്ലാസ്സിൽ കൊണ്ടിരിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.